ചെറിയ കുറേ അധികം ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ 13ാമത്തെ ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരാൾ ഒരു ട്രേഡിംഗ് ചെയ്തിട്ട് അയാൾ സക്സസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം എന്താ? മൈൻഡ് സെറ്റിൻ്റെ വ്യത്യാസം. ചിലവർക്ക് 1 കോടി വലിയ എമൗണ്ട് ആയിരിക്കും, എനിക്ക് 1 കോടി വലിയ എമൗണ്ട് അല്ല. ചിലവർക്ക് 10 കോടി വലിയ എമൗണ്ട് ആയിരിക്കും, എനിക്ക് 10 കോടി വലിയ എമൗണ്ട് അല്ല. എൻ്റെ വലിയ എമൗണ്ട് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു അടുത്ത 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ റേസ് ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ ഗ്രോത്തിനെ അത് ഡെപ്പിക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു ഇന്ത്യയുടെ ഗ്രോത്തിനെ കളയാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കും. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ക്യാൻഡിൽസ് കാണുമ്പോഴാണ് ഇത് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ക്യാൻഡിൽസ് കണ്ടിട്ട് അത് പെട്ടെന്ന് സ്റ്റഡി ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? CNBC-യിൽ ഒരു ലൈവ് ന്യൂസ് പോകുന്നുണ്ടല്ലോ, ആ ടൈമിൽ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് ഇന്ന ഷെയർ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അവർ പറയാം എത്രയുണ്ട്, ഇത്ര എന്ന് പറയാം. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇത്ര കോടി രൂപ. ഇപ്പോൾ ആക്ച്വലി ഇവൻ കടം വാങ്ങിച്ച് എൻ്റെ വണ്ടി വരെ പണയം വെച്ച് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഒന്നും ആകാൻ പറ്റിയില്ല. ഞാൻ ലിറ്ററലി കരഞ്ഞു വന്നു. ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വൈസ് പോഡ്കാസ്റ്റ്. സോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ അത് നിലനിർത്താനായിട്ട് പല മാർഗ്ഗങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഷെയർ മാർക്കറ്റ്. ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൃത്യമായി പഠിച്ച് ഒരുപാട് തുക ഇതിലൂടെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അതല്ലാതെ ഒരു ധാരണയില്ലാതെ അതിലേക്ക് ഇറങ്ങി ക്യാഷ് കളയുന്ന ആളുകളുണ്ട്. വളരെ ചെറുപ്പം മുതൽ, അതായത് തൻ്റെ 17ാമത്തെ വയസ്സിൽ ട്രേഡിംഗ് ആരംഭിച്ച് അതിലൂടെ സമ്പാദിച്ച് ട്രേഡിങ്ങിൻ്റെ പാഠങ്ങൾ മറ്റുള്ള ആളുകളെയും പഠിപ്പിച്ച് അതിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങി അവിടെയും വിജയം ആവർത്തനമാക്കിയ ഒരു ചെറുപ്പക്കാരൻ. അതെ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ഫൗണ്ടറായിട്ടുള്ള അരുൺ മുരളിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്യൂച്ചർ, ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ്, ടെക്നിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, കോപ്പി ട്രേഡിംഗ്, AI ട്രേഡിംഗ്, ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന, ഇതിലൊക്കെ താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. യെസ് ബ്രോ, അപ്പോൾ വെൽക്കം ടു വൈസ് അപ്പ്. അപ്പോൾ ആരാണ് അരുൺ മുരളി? എന്താണ് ട്രേഡ് മാക്സ് അക്കാഡമി? ട്രേഡ് മാക്സ് അക്കാഡമി ലൈക്ക് ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലൈക്ക് അതിൻ്റെ സിഇഒയും ഫൗണ്ടറുമാണ് ഞാൻ. ഓൾമോസ്റ്റ് 2021 ട്രേഡ് മാക്സ് അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2016 തൊട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഇച്ചിരി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരാളായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ 2018-19 ഞാൻ എൻ്റെ എഡ്ജ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് ഞാൻ എന്തോ ഒരാളാകാൻ പോകുന്നത് ഇവിടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും 2019 ഞാൻ ട്രേഡിംഗ് പ്രൊഫഷൻ ആക്കി മാറ്റുകയും ബൈ 2021 നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ട്രേഡിംഗ് പ്രൊഫഷനാക്കി മാറ്റാൻ തീരുമാനിച്ച 2019. അപ്പോൾ ബ്രോന് എത്ര ഏജ് ഉണ്ട്? ഓൾമോസ്റ്റ് ലൈക്ക് 19-20 വയസ്സായി. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആ ഒരു യങ് ഏജിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്തു അല്ലേ? അപ്പോൾ ഈ ഏജിന് മുന്നേ ഏത് സമയത്താണ് എനിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ബിസിനസ്സിൽ? ഷുവർ, ഡെഫിനറ്റ്ലി. ഞാൻ +1 +2 തൊട്ട് തന്നെ ചെറിയ ബിസിനസ്സും ചെറിയ റീസെല്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2016 തൊട്ട് ഞാൻ കോളേജിൽ വന്നു. അവിടെ തൊട്ട് തന്നെ, കാരണം എനിക്ക് പോക്കറ്റ് മണിയുടെ ആവശ്യമുണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും പോലെ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയി ചോദിക്കാതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുറേ അധികം ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ 13ാമത്തെ ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. 13ാമത്തെ ലാസ്റ്റാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്, ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് ഞാൻ സക്സസ് ആകാൻ പോകുന്ന സ്ഥലം എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ കസ്തൂരിമാൻ്റെ കാര്യം പറയുന്ന പോലെ കാട്ട് മുഴുവൻ അത് തേടി നടക്കുമായിരുന്നു, അതിൻ്റെ മണം തേടി. പിന്നീടാണ് അതിനറിയില്ല അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്. പക്ഷെ ഞാനത് ഐഡന്റിഫൈ ചെയ്തു ഇവിടുന്നാണ്. കാരണം എൻ്റെ കുറേ അധികം ബിസിനസ് ഫെയിലർ ആയപ്പോഴത്തേക്കും എന്നെ പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നത് ട്രേഡിംഗ് ആണെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു. കാരണം ഞാൻ ലൈക്ക് അനാലിസിസ് ചെയ്യുന്നില്ലായിരുന്നു ബിസിനസ്സിൽ. കാരണം എനിക്കറിയില്ല. കാരണം ഒരു കൊച്ചു ചെറുക്കൻ ബിസിനസ് ചെയ്യുന്നു, തുടങ്ങുന്നു, പൈസ വരുന്നു, സെല് ചെയ്യുന്നു. കാരണം ബിസിനസിനെ പറ്റി ഇൻഡെപ്ത് അറിയില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. ബിസിനസ്സായിട്ട് ഒരു റിലേഷനും എനിക്കില്ല. ബട്ട് എന്നാൽ പേരൻസ് ചെറിയൊരു ബിസിനസ് ഉണ്ട്. പക്ഷെ എന്നാൽ ഇതുമായിട്ട് ഒരു ബന്ധം, ലൈക്ക് വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പം ഈ ഒരു ട്രേഡിംഗിലേക്ക് ഇറങ്ങുക, അല്ലാതെ 13ാമത്തെ ഓപ്ഷനായിട്ട് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഒട്ടും തന്നെ സപ്പോർട്ടില്ലായിരുന്നു. കാരണം അവർ കേട്ടിട്ടുള്ളത് നെഗറ്റീവ് മാത്രമാണ്. ലൈക്ക് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ് എൻ്റെ. ആ രീതി തന്നെ നമ്മൾ ഗ്രോ ചെയ്ത് വന്നു. അവർ ചെയ്ത ഏറ്റവും നല്ല, അവരെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ടോപ്പായിട്ട് തന്നു. 10 വരെ ICSE സ്കൂൾ. എന്നിട്ട് ഞാൻ പ്രിഫർ ചെയ്തിട്ട് സ്റ്റേറ്റിലോട്ട് മാറുകയായിരുന്നു. ദെൻ എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്ത് വേണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം. ദെൻ ഞാൻ എൻട്രൻസ് എഴുതി, മെറിറ്റ് കിട്ടി. നമ്മൾ അവിടെ പോയി പഠിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും ലൈക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റായിട്ട് കാര്യം ചെയ്തു തരുന്നുണ്ട്. ഇനിയും പിന്നെയും നമ്മളുടെ അനാവശ്യ കാര്യങ്ങൾക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി വെറുതെ അവരെ പോയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ
ഓരോരോ സൈഡ് ബിസിനസ്സുകൾ ഞാൻ ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ ഒരു 500 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. 100 സ്റ്റിൽ ദാറ്റ്സ് എ പ്രോഫിറ്റ്. ഇതിൽ ഞാൻ ചെയ്യുന്നൊരു കച്ചവടം കഴിഞ്ഞു എന്ന രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ഇരുന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു അക്കാദമി തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ തരത്തിലുള്ള ചാലഞ്ചസ് ആണ് നേരിട്ടതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ലെറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡർ ആകുന്നത് തന്നെ വലിയൊരു ചലഞ്ചായിരുന്നു. ആരും വിശ്വസിക്കുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ട്രേഡിങ് എൻ്റെ പ്രൊഫഷൻ ആക്കുകയാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴും എല്ലാവരോടും പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതിൻ്റെ പുറകെ പോകണ്ട, ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല, നിൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ പോകത്തേ ഉള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനിത് ഫൈനലി തെളിയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതൊന്നും കേട്ടില്ല. കാരണം എനിക്കറിയാം, എനിക്ക് എവിടെ ഉണ്ട് ലൈക്ക് ഒരു മൈൻഡ് വോയിസ് പോലെ പറയുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഡു ഇറ്റ്, ഗോ ഫോർ ഇറ്റ്. ഞാൻ അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഹാർഡ് വർക്ക് ചെയ്തു, കുറേ അധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു. കാരണം ബാക്കിയുള്ള എല്ലാം ലൈക്ക് ട്രിപ്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ലൈക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ലൈക്ക് ട്രേഡിംഗിലേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വ്യക്തി ഉണ്ടായിരുന്നോ ഇൻഫ്ലുവൻസ് ചെയ്ത്? ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കല്ലായിരുന്നു എനിക്ക് ആക്ച്വലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് കാർഡൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം ട്രേഡിങ്ങിലോട്ട് ഞാൻ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയോ കാര്യങ്ങളോ അല്ല, ഒരു ബെറ്റർ പേഴ്സണാലിറ്റി നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യണം. പേഷ്യൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കൺസിസ്റ്റൻസി, അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേണ്ടി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇത് എടുത്തു എന്ന് എൻ്റെ ഫ്രണ്ട്സിനോടും ഇല്ല കുറച്ച് അറിയാവുന്ന റേഡിയേഴ്സിനോടും അവർ പറയുക, എന്തിനാണ് നീ ഇതിന് പറയാൻ പോകുന്നത്, ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇത് ടു സമ്മർ എനിക്ക് ഷോർട്ട് കട്ട് പോലെയായിരുന്നു. ബ്രോ, അവിടെ ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? ഗ്രാൻഡ് കാർഡാണ് ആക്ച്വലി റിയൽ എസ്റ്റേറ്റിനാണല്ലേ? അതെ, ബട്ട് എന്നാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാൻഡ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു എനർജി ഫീൽ ആകുന്നുണ്ട്. ഐ മീൻ ലൈക്ക് ഹീസ് ലൈക്ക് ഫുൾ ടൈം ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന 10x റൂൾ. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റേഷൻ എന്നെ ചെയ്യാനായിട്ട് പഠിപ്പിച്ച ആൾ ഗ്രാൻഡ് കാർഡാണ്. അതെൻ്റെ ലൈഫേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്തു. 2021 ട്രേഡ് മാക്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ നമ്പർ 1 അക്കാഡമി ട്രേഡ് മാക്സ് അക്കാഡമി ആകുമെന്ന് ഞാൻ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. 5 വർഷം കഴിഞ്ഞിട്ട് എന്താകും എന്നുള്ളതായിരുന്നു എൻ്റെ മാനിഫെസ്റ്റേഷൻ അന്നത്തെ. വിത്തിൻ 2.5 years അത് ഞാൻ അച്ചീവ് ചെയ്തു. എന്തായിരുന്നു അത്? കേരളത്തിലെ ബേസ്റ്റ് ട്രേഡിംഗ് അക്കാഡമി ആയിട്ട് 2023 നമ്മളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് ത്രികണ്ഠൻ, ആകാശ്, ഞാൻ അവരോട് പറഞ്ഞു ലൈക്ക് ഞാനിത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരുന്നു. ഞാൻ എന്നിട്ട് അവരെ കാണിച്ചു, ആ ഒരു കാര്യം മാത്രം എടുത്ത് കാണിച്ചു, ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന്. അന്ന് തൊട്ട് ഞാൻ മാനിഫെസ്റ്റേഷന് വേണ്ടി ഞാൻ ബിലീവ് ചെയ്തു. ഫസ്റ്റ് യു ഹാവ് ടു ബിലീവ് ഇറ്റ് ടു സീ ഇറ്റ് എന്നുണ്ടല്ലോ. ഞാൻ ബിലീവ് ചെയ്തു, അതേന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തു. രാവിലെയും വൈകിട്ടും ഞാൻ എൻ്റെ 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്താകണമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ലേറ്റർ ഓൺ അത് അച്ചീവ് ചെയ്തു വരണം. ഇപ്പോഴും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി, രാവിലെയും വൈകിട്ടും. പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. ട്രേഡ് മാക്സ് അക്കാഡമി കേരളത്തിലെ ബെസ്റ്റ് സ്റ്റോക്ക് ട്രെയിനിങ് അക്കാഡമി ആണെന്ന് ബ്രോ പറയണ്ടല്ലോ. നിങ്ങളുടെ അക്കാഡമി എങ്ങനെയാണ് ബാക്കിയുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ കാര്യത്തിലാണ്? ഞാൻ കുറെ കഷ്ടപ്പെട്ട് കുറെ പഠിച്ചു. കാരണം ഞാൻ സൈഡ് ബിസിനസ് ചെയ്യും, എന്നിട്ട് ഞാൻ ആ പൈസ എടുത്തിട്ട് ഞാൻ ട്രെയിനിങ് പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള കുറേ അക്കാഡമീസും പുറത്തുനിന്നുള്ള കുറേ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സസും. ഇപ്പോൾ ഗ്രാൻഡ് കാർഡ് ഒക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും എത്രത്തോളം കോസ്റ്റ് ആയി കാണും അവരുടെ കോഴ്സസ് എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കുറേ അധികം വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ പൈസ എല്ലാം കൊടുത്ത് പഠിച്ചുള്ളത്. ബട്ട് ചില ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചപ്പോഴത്തേക്ക് ലൈക്ക് ഞാൻ ഇവൻ കടം വാങ്ങിച്ച് എൻ്റെ വണ്ടി വരെ പണയം വെച്ച് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. സീരിയസ്ലി, എൻ്റെ വണ്ടിയും എൻ്റെ തൊട്ട് ക്ലോസ് ആയിട്ടുള്ള അഖിൽ എന്ന് പറയുന്ന ഒരാളുടെ വണ്ടി, ഞങ്ങൾ എൻ്റെ വണ്ടി മാത്രം പണയം വെച്ചിട്ട് കാര്യമില്ലായിരുന്നു, അവൻ്റെയും വണ്ടി വെച്ച് പണയം വെച്ചിട്ട് ഞങ്ങൾ ട്രേഡിങ് പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഒന്നും ആകാൻ പറ്റിയില്ല. ഞാൻ ലിറ്ററലി കരഞ്ഞു വന്ന്. ഞാൻ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഞാൻ ലിറ്ററലി കരഞ്ഞു. അന്ന് ഞാനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. സോ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റായിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് നമ്മുടെ മോണിറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അത് അവർ 1-to-1 ഇരുന്ന് അവർക്ക് സെഷൻ ഇട്ട് കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. കാരണം അന്ന് എനിക്ക് കുറേ ഡൗട്ട്സ് വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുമ്പോൾ റിപ്ലൈ ഇല്ല, കയ്യിൽ ഇല്ലാത്ത ക്യാഷ് വാങ്ങിച്ച് പഠിക്കാൻ പോയതാ. എന്നിട്ട് അതും എന്തെങ്കിലും ആകുമെന്നൊരു വിശ്വാസത്തിൽ പോയതാ. പക്ഷെ അത് ഫെയിലർ ആകുമ്പോഴത്തേക്ക് അന്ന് ട്രെയിനിങ് എടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഉണ്ടോ? അത് ലൈക്ക് എബ്രോഡ് ഉള്ളതാണ്, UK, USA ബേസ്ഡ് ആയിട്ടുള്ളതാണ്. കാരണം അന്ന് അറിയാമല്ലോ 2016, 17, 18 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ കുറവാണ്, വളരെ കുറവാണ്, നമുക്ക് അറിയുകയില്ല. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഫൈൻ, പുറത്ത് ഞാനന്ന് ക്രിപ്റ്റോ ഇല്ല കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് പഠിക്കാനായിട്ട് പുറത്തുനിന്ന് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കോസ്റ്റ് കൂടുതലായിരുന്നു, ബട്ട് എന്നാൽ ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും എന്ന വിശ്വാസത്തിൽ പോയതായിരുന്നു. അങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ ട്രേഡ് മാക്സിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ. സെക്കൻഡിൽ ലെറ്റ്സ് സേ ഞാനും എൻ്റെ ബ്രദറും ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ടൈമിൽ. അപ്പോഴത്തേക്ക് ലൈക്ക് അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു
ഓൾമോസ്റ്റ് ലൈക്ക് പുറത്തുള്ള ഒരാളാണ്. ആൾ വന്നിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നേരം ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു, സാർ ട്രേഡ് അല്ലേ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ബിനോമോ വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, ഇന്ത്യൻ മാർക്കറ്റ് നോക്കി സോ ഗുഡ്, നന്നായി പഠിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ 2 മാസത്തെ സാലറിയാണിത്, പിന്നെ ഞാൻ പട്ടിണിയാവുമെന്ന് പറഞ്ഞു പുള്ളി. അന്ന് ഞങ്ങൾക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു, നമുക്ക് ഇത് ചെയ്യാം. അതായത് ഇനി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യണം എന്നുള്ളത്. നമ്മൾ കേരളത്തിൽ നമ്പർ 1 അക്കാഡമിയാണ്, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, നമ്മൾ ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാൽ നമ്മൾ ഇപ്പോഴും 20,000 ഓൺലൈൻ ബാച്ചിന് 30,000 ഓഫ്ലൈൻ ബാച്ച്. അതും അറ്റ് എ ടൈം പേയ്മെൻ്റ് അല്ല, പാർട്ട് പേയ്മെൻറ്റാണ്. അതുമാത്രമല്ല 110% റീഫണ്ട്. 110%? അതായത് ഇപ്പം ലെറ്റ്സ് ഒരാൾ പഠിച്ചു തുടങ്ങി, ഒരു 5 സെഷൻസ് അറ്റൻഡ് ചെയ്തു, എന്നിട്ട് അവർക്ക് ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ തിരിച്ച് ഒരു മറു ചോദ്യം പോലും ചോദിക്കത്തില്ല. അവർ പറയാം എനിക്ക് ഇപ്പോൾ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് മറു ചോദ്യം പോലും ചോദിക്കാതെ വിത്തിൻ 24 hours 20,000 രൂപ പേ ചെയ്ത ഒരാൾക്ക് 22,000 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കും. ഇതെവിടെയും കേൾക്കാത്ത കാര്യമാണല്ലോ ഇങ്ങനെ ഒരു റീഫണ്ട് പോളിസി. കാരണം ഫസ്റ്റ് നമ്മൾ 100% ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. കാരണം എല്ലാവർക്കും ഒരു വിശ്വാസം വേണം ഒന്നുകൂടെ. അതായത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഒരു വലിയൊരു തെളിവായിട്ട് തന്നെ നമ്മൾ ഫോർവേഡ് എടുക്കുന്ന കാര്യമാണ് 110% റീഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്ന സംശയമാണ്, ഒരാൾ ഒരു ട്രേഡിങ് ചെയ്തിട്ട് അയാൾ സക്സസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം എന്താ എന്നുള്ളത്. ഷുവർ, ഡെഫിനറ്റ്ലി. ഞാൻ മൾട്ടിപ്പിൾ ഇൻകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണം തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു 2 to 3 hours കൊണ്ട് എൻ്റെ ട്രേഡ് ചെയ്യുന്നു. ബാക്കിയുള്ള ദിവസം ഞാൻ ഫ്രീ ആണ്. ഞാനൊരു ഓൺട്രപ്രീനിയറാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വൈകുന്നേരം ഓൾമോസ്റ്റ് ലൈക്ക് 2 to 3 hours ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഡെഫിനറ്റ്ലി വന്ന് ഇപ്പോൾ അത് ഹ്യൂജ് ഒരു വലിയൊരു അക്കാഡമി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ബിസിനസ് മാൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയോ, ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ല, മിനിമം ഒരു 5 ഇല്ല 10 സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. എനിക്കിത് മാത്രമല്ല, എനിക്ക് വേറെയും ബിസിനസ്സുകളുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇതെനിക്കൊരു വേറെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഡെഫിനറ്റ്ലി. ഇത് നേരത്തെ പറഞ്ഞ ഇൻസ്പിറേഷൻ, ഗ്രാൻഡ് കാർഡോൺ ആണെങ്കിൽ പോലും പുള്ളി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, 10x കമ്പനി റൺ ചെയ്യുന്നുണ്ട്, പിന്നെ അതല്ല റിയൽ എസ്റ്റേറ്റ്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആക്ച്വലി അതായത് മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ആണ്. അത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ജോലിയുണ്ട്, 9 to 5 ജോലിയുണ്ട്, IT ഫീൽഡാണ്, ഇതിൽ CA ആണ്, MBBS ആണ്, ഡോക്ടറാണ്, വാട്ടോ BTS, ഇതാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഒരിക്കലും ഇല്ല. പക്ഷെ ആളുകൾക്കുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇയാൾ ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനിങ് കൂടെയാണ് ഇയാൾക്ക് കൂടുതൽ കാശ് വരുന്നത്, അതുകൊണ്ടാണ് അയാൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ട്രേഡിങ് അത്ര ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള ഒരു കൺസേൺ ഉണ്ട് മലയാളികൾക്ക്. എത്രത്തോളം കറക്റ്റ് ആണ് ഫോർ മൈൻഡ് സെറ്റിന്റെ വ്യത്യാസം. ചിലവർക്ക് 1 കോടി വലിയ എമൗണ്ട് ആയിരിക്കും, എനിക്ക് 1 കോടി വലിയ എമൗണ്ട് അല്ല. ചിലവർക്ക് 10 കോടി വലിയ എമൗണ്ട് ആയിരിക്കും, എനിക്ക് 10 കോടി വലിയ എമൗണ്ട് അല്ല. എൻ്റെ വലിയ എമൗണ്ട് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, അത് എനിക്കുണ്ട്. ഞാൻ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട് ഡെയിലി. ഇത് പെർസെപ്ഷൻ, ഡെഫിനറ്റ്ലി പെർസ്പെക്ഷൻ. എല്ലാവരും പെർസ്പെക്റ്റീവ് ആണ്, വ്യൂ ആണ്. ചിലവർക്ക് 5 കോടി വലുതാണെന്ന് തോന്നുന്ന ഒരാൾക്ക് അതിനുള്ള വ്യൂവേ കാണത്തുള്ളൂ. എൻ്റെ വ്യൂ ഡെഫിനറ്റ്ലി വലുതാണ്. സോ ഇൻ ദാറ്റ് കേസ് എനിക്ക് ഇത്രയും വർക്ക് ചെയ്താൽ പോലെ എനിക്ക് അടുത്ത ബിസിനസ് വിത്തിൻ 6 months ഞാൻ അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്തൊരു ഹ്യൂജ് ലൈക്ക് മൈറ്റ് ബി ഒരു സെക്കൻഡ് വെഹിക്കിൾ റീസെല്ലിംഗ് ആണ്. അതുമാത്രമല്ല വേറെ 2-3 ഫുഡ് സർവീസ് സെക്ടേഴ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ പ്ലാന്റേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്തടുത്ത് കുറേ വരുന്നുണ്ട്. സോ ജസ്റ്റ് ലൈക്ക് എൻ്റെ വിഷനിൽ എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് 1, 2, 10 കോടിയല്ല, 100 ആകാം, 1000 ആകാം. 1992 ഹർഷത് മെഹ്റ $10,000 സ്കാം ഇല്ലെങ്കിൽ $10,000 ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് 1992. നമ്മൾ ഇന്നും 100 കോടി 1000 കോടി വലിയ എമൗണ്ട് ആണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷന്റെ പ്രശ്നമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾ പൊട്ടനാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് വിഷൻ, ട്രോന്റെ ഒരു അഭിപ്രായത്തില് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ ഒരു ബുൾ റണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? എങ്ങനെ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ടേൺ ഔട്ട് ചെയ്യും ഫോർ ദ നെക്സ്റ്റ് 5-10 years? ലെറ്റ്സ് സേ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കോമൺ ആയിട്ട് കാര്യം പറയുന്നത് US മാർക്കറ്റ്. നമ്മളതിനെ ഒരു ഫിനാൻഷ്യലി ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗ്ലോബൽ എക്കണോമി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവിടെ ഓൾമോസ്റ്റ് ലൈക്ക് 50%-ലധികം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ, ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. ലെസ് ദാൻ 5% ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ. സോ ഡെഫിനറ്റ്ലി 50% എബോ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ
ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടും. വിത്തിൻ 3 to 5 years ഇന്ത്യ വൺ ഓഫ് ദി ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറാനായിട്ട് പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ആ ഒരു സമയത്ത് ബ്രോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ നിഫ്റ്റി ആൻഡ് BSE ഏത് ലെവലിലേക്ക് പോകുന്നത്? ഓൾമോസ്റ്റ് ലൈക്ക് വിത്തിൻ 3 to 5 years ലെറ്റ്സ് സേ ഒരു 1 lakh BSE സെൻസെക്സ് ക്രോസ് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ദെൻ നിഫ്റ്റി ലെറ്റ്സ് സേ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 22,000 റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ 25,000 എന്തായാലും 2 to 3 years സ്മൂത്ത് ആയിട്ട് അത് ക്രോസ് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് അധികം ആളുകളും ചെയ്യാറുള്ളത്. ട്രേഡിംഗിലേക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് പ്രേമലു എന്ന് പറഞ്ഞ ഫിലിം, അതുപോലെ ഒരുപാട് പടങ്ങളുണ്ട്. സ്റ്റോക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അതുപോലെ ട്രേഡിംഗ് ആസ് എ ഒരാളുകൾ ചിന്തിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അതൊരു പൈസ പോകാനുള്ള മെത്തേഡാണെന്ന്. അപ്പം ട്രേഡിംഗ് ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ട് ബ്രോയിന്റെ ഒരു ഒപ്പീനിയൻ എന്താ? ഷുവർ, ഡെഫിനറ്റ്ലി നമ്മുടെ അക്കാഡമിയോട്ട് ഒരാൾ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ തന്നെ നമ്മുടെ അക്കാഡമിയിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. മോണിറ്റേഴ്സ് ആയിട്ട് നല്ലൊരു സാലറി പാക്കേജിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഈ ഒരു രീതിയിൽ അവർക്ക് അവരുടെ ഒരു പ്രൊഫഷൻ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ ലൈഫിൽ എല്ലാത്തിനും നമുക്ക് റിസ്ക് ഉണ്ടല്ലോ. വിജയ് കേഡിയ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വിജയ് കേഡിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റർ ആണ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെയാണ്. വിജയ് കേഡിയ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈഫിൽ എല്ലാത്തിനും റിസ്ക് ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന റിസ്ക് ഉണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന റിസ്ക് ഉണ്ട്, നമ്മുടെ ലൈഫിൽ തന്നെ മൊത്തത്തിൽ റിസ്ക് ഉണ്ട് അല്ലേ. ബട്ട് എന്നാൽ അതിനെ നമ്മളെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, മാനേജ് ചെയ്യും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലൈറ്റ്സ് ലെറ്റ്സ് സേ എപ്പോഴും ക്രാഷ് ലാൻഡ് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യുമോ? ഇല്ല. ഏറ്റവും ബെസ്റ്റായിട്ട് നോക്കും, അവിടെ വേണ്ട, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇവിടെ കുഴപ്പമില്ല, സേഫാണ് എന്ന് നോക്കി പോകാറുണ്ട്. അത്രയും തന്നെയുള്ളൂ. ഇവിടെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, ഇവിടെ നല്ലൊരു ലൈഫ് സെറ്റിലാകാൻ നല്ല പ്രോബിലിറ്റി ഉള്ള സ്ഥലം തന്നെയാണ് ഇൻവെസ്റ്റിംഗ് ഇല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ റിസ്ക് ഉണ്ട്. അത്രയും പ്രോബിലിറ്റി ഉള്ള സ്ഥലത്ത് ഡെഫിനറ്റ്ലി ചുമ്മാ ആർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ റിസ്ക് ഉണ്ട്. ഈ റിസ്ക് ആരും കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, എനിക്കത് വേണം, എനിക്കൊരു ബെറ്റർ ലൈഫ് വേണം, പെട്ടെന്ന് 3 to 5 months കൊണ്ട് നേരെ ഡബിൾ ആക്കണം. പലരും മെസ്സേജ് അയക്കുന്നതാണ്, സാർ ലൈക്ക് എത്ര നാളുകൊണ്ട് നമുക്ക് ഡബിൾ ആക്കാൻ പറ്റും, എത്ര നാളുകൊണ്ട് എനിക്ക് പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റും. മിനിമം ഒരു 3 to 5 years വേണം. നമ്മൾ ഒരു 4 വർഷം, ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്, 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കിട്ടുന്ന സാലറി 20,000 30,000 ആണ്. ബട്ട് എന്നാൽ ട്രേഡിങ്ങിലോട്ട് ഇല്ല ഇൻവെസ്റ്റിങ്ങിലോട്ട് വരുന്ന ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് വേറെയാണ്. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം, കോടികൾ എത്തിച്ചേരണം എന്നതാണ്. അപ്പോൾ ഇത്രയും സംഭവം വലിയ ഡ്രീമുള്ള സ്ഥലമാകുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം. ചുമ്മാ ടൈം വരില്ല, അതാരും ചെയ്യുന്നില്ല. റിസ്കിനെ മാനേജ് ചെയ്യുന്നില്ല. അവിടെ കൂടുതൽ റിസ്ക് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല, ഇല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ട്രേഡിങ്ങിൽ കൂടുതൽ ലോസസ് വരുത്തുന്നതും ഇവർ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു പോകുന്നതും. ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രീമാണ് ഡെഫിനറ്റ്ലി. പക്ഷെ എല്ലാ ദിവസവും ഇപ്പോൾ ഗ്രീൻ കത്തണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ, ലോസസ് വരാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 3 to 4 days ബ്രോന് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ട്രേഡിനെ ബ്രോ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യുക? പ്ലസ് ലോസസ് ശരിക്കും ഒരു ട്രേഡറിന്റെ ഒരു എന്താ പറയുക സ്ട്രെസ് ലെവലിനെ എങ്ങനെ ബാധിക്കും? അതെങ്ങനെയാണ് അത് തരണം ചെയ്യുക? സോ ഒരു 3 to 4 days കണ്ടിന്യൂസ്ലി ഞാൻ ലോസ് ജനറേറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് നോക്കും, ഞാൻ ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും, പ്രീവിയസ് ട്രേഡ്സ് എടുത്ത് നോക്കും എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഈ സ്ട്രാറ്റജി എല്ലായ്പ്പോഴും എല്ലാ മാർക്കറ്റിലും വർക്കൗട്ട് ആകത്തില്ല. അത് വർക്കൗട്ട് ആകുന്ന മാർക്കറ്റ് ഏതാണെന്നും വർക്കൗട്ട് ആകാത്തത് എപ്പോഴാണെന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ ആകാത്ത സമയത്ത് മാറിയിരിക്കണം. അഡാപ്റ്റബിലിറ്റി ട്രേഡറിന് വേണ്ട ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി. മാർക്കറ്റ് ഇത് മാറുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മൾ മാറുകയും നമ്മൾ ഫ്ലെക്സിബിൾ ആകണം. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുകയും കൂടെ ചെയ്യണം. പിന്നെ നമ്മൾ ട്രേഡിങ്ങിന് ഒരു ബിസിനസ് ആയിട്ട് കണ്ടാൽ വളരെ എളുപ്പമാണ്. പ്രോഫിറ്റും ഉണ്ടാവും, ലോസസും ഉണ്ടാവും. ബട്ട് ബൈ ദ എൻഡ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യുക ബേസിക്കലി. പ്രോഫിറ്റ് ലോസിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ എപ്പോഴാണ്, ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയ എപ്പോഴാണ് പറയാൻ പറ്റും? ഞാൻ ഏറ്റവും കൂടുതൽ ലോസും പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റിലാണ്. ലെറ്റ്സ് സേ ക്രിപ്റ്റോയിൽ ഓൾമോസ്റ്റ് ലൈക്ക് 20 lakh പ്ലസ് ഞാൻ ലോസസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടുന്ന് തന്നെ വിത്തിൻ 1.5 year ഞാൻ ലോസസ് ഫുൾ കവർ ചെയ്യും, ഒരു ഹ്യൂജ് പ്രോഫിറ്റിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റിൽ ഇപ്പോഴും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ക്രിപ്റ്റോ ആണ് വലിയ ചേഞ്ച് ഉണ്ടാക്കിയത്, ബ്രേക്ക് ത്രൂ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിപ്റ്റോ സ്റ്റോക്കും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് വൺ വുഡ് യു റെക്കമെൻഡ്? ഞാൻ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്സിനാണ് കൂടുതൽ. ഞാൻ സ്റ്റോക്സിനാണ്, സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് കൂടുതൽ ചെയ്യുന്നതും. അതും ലൈക്ക് സ്വിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇൻട്രാഡേ കുറവാണ് കമ്പാരിറ്റീവ്ലി. സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇൻട്രാഡേയിൽ സ്ട്രെസ് ഇത്രയുണ്ട്, നമ്മൾ പൊസിഷൻ എടുക്കുമ്പോൾ ഇച്ചിരി കുറവാണ്. സോ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ലൈക്ക് സ്റ്റോക്ക് ഓപ്ഷൻസും അതും സ്വിങ്ങിലെ പൊസിഷൻസ് ആണ് കൂടുതൽ നോക്കാറുള്ളത്. ക്രിപ്റ്റോയിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇപ്പം കുറേ അധികം ആൾക്കാർ ചാടിക്കറി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോയിൽ, ഇല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 5 years ഒരാൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ നോക്കാതെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആകാനുള്ള പ്രോബിലിറ്റി കൂടുതലുണ്ട്. ചുമ്മാ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സിലോ ക്രിപ്റ്റോസിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാത്ത പക്ഷം പ്രശ്നമാണ്. ലെറ്റ്സ് സേ ഇപ്പം മൈക്രോ സ്ട്രാറ്റജി
ലൈക്ക് വേൾഡിലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവർ 1,70,000 മുകളിൽ BTC ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടെസ്ല എല്ലാവർക്കും അറിയാവുന്നതാണ്, 10,000 മുകളിൽ BTC ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഇപ്പോൾ ബ്ലാക്ക് റോക്ക് ഇതിലേക്ക് ക്രിപ്റ്റോയിലേക്ക് വന്നല്ലോ, ക്രിപ്റ്റോ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്രിപ്റ്റോ BTC 100K കടക്കുമോ? ഞാൻ 2021 കടക്കുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അതിന് ദിവസം അത്യാവശ്യം എമൗണ്ട് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് നേരെ താഴത്തേക്ക് ഫോളോ ചെയ്തു. പക്ഷേ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം 2020 ഞാൻ പറഞ്ഞു ഒരു ലോസസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ കയ്യിലുള്ള എല്ലാം കൊണ്ട് ഞാൻ വിറ്റു. റൈറ്റ്, ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ വണ്ടി, എൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം ഞാൻ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഞാൻ ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം എനിക്കറിയാവുന്നത് അത് തിരിച്ച് കയറുമെന്ന്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, തിരിച്ച് കയറും നല്ല ഉറപ്പുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും 2021 ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 5-6 ലാക്ക് എന്ന റേഞ്ചിലായിരുന്നു ഞങ്ങൾ BTC വാങ്ങിച്ചു തുടങ്ങിയത്. ഒരു 15 ലാക്ക് 18 ലാക്ക് എന്ന റേഞ്ചിൽ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിത്തിൻ 4 to 6 months ആ ഒരു BTCയുടെ വില 45 ലക്ഷം രൂപ കടന്നു. അന്ന് ഞങ്ങളൊരു പാഠം പഠിച്ചു. ഒരു പീസ് ഓഫ് കേക്കിന് വേണ്ടി ഒരു വോൾ കേക്ക് തന്നെ മിസ് ചെയ്തു എന്നൊരു സംഭവം. ഇനി അത് ചെയ്യരുതെന്ന് പഠിച്ചു. അതുകൊണ്ട് 2021 തൊട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് SIP പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നില്ല. ഈ ക്രിപ്റ്റോയിൽ BTC അല്ലാതെ വേറെ എന്തെങ്കിലും റെക്കമെൻഡ് ഉണ്ട്? ഓൾഡ് കോയിൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സേ സാൻഡ്, ദെൻ എതീരിയം, ആൻഡ് ഓൾസോ സൂൺ നമ്മൾ മൈനിങ്ങിലോട്ട് കിടക്കാനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2021 ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് എതീരിയം അറൗണ്ട് ഒരു 8,000 രൂപ 17,000 രൂപ ഉള്ളായിരുന്നു. തിരിച്ച് ആ ഒരു റാലി കഴിഞ്ഞിട്ടും ആ റേഞ്ചിൽ നിൽക്കുന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ജമ്പ് ചെയ്ത് 2 ലാക്ക് എന്ന റേഞ്ചിലോട്ട്, 1 ലാക്ക് 2 ലാക്ക് റേഞ്ചിലോട്ട് എതീരിയം ഒക്കെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ലൈക്ക് ക്രിപ്റ്റോ മൈനിങ്ങിലോട്ടും പുഷ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സിൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട് എതീരിയം, BTCക്ക് ഉള്ള ഒരു ഗ്രോത്തിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് ശരിക്കും ഇപ്പോൾ എതീരിയത്തിനുള്ള ഒരു ടോപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഫോൾ അല്ലേ ഇപ്പൊ. അപ്പൊ അത് കുറെ പേരൊക്കെ എതീരിയത്തിൽ എക്സിറ്റ് ആയി എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതിന്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റി എന്താണ്? എതീരിയം 2.0 വന്നതിന്റെ ഒരു പ്രശ്നത്തിലാണ് അത് വന്നിട്ടുള്ളത്. എതീരിയം ലൈക്ക് കുറെ അധികം ആൾക്കാരും പ്രൂഫ് ഓഫ് ലൈക്ക് വർക്ക് സംതിങ്ങിലോട്ട് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ അതുകൊണ്ടാണ് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഏതൊരു കയറ്റത്തിന് ഇറക്കം ഉണ്ടാവും. BTC തന്നെ ഒരുപാട് കാലം ഇപ്പൊ അടുത്താണല്ലോ റീസെന്റ് ഒരു ബൂം ഉണ്ടാകുമ്പോൾ 70,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. 1 ലാക്ക് ഇത്തവണ ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും റിസഷൻ, ഇൻഫ്ലേഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന 25,000 1 ലാക്കും ഒക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യാതിരിക്കണം. ബ്രോ ഇപ്പോൾ പറഞ്ഞു ഒരു ഹോൾ കേക്കിന് വേണ്ടിയിട്ട് ഒരു പീസ് ഓഫ് കേക്ക് ഞങ്ങൾ എടുത്തിട്ട് മറ്റേത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ശരിക്കും അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഇല്ലേ, അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ തന്നെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ആരും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആ ലേണിംഗ് അവിടെ തീരത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ബുക്ക് വായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി 0.01% ബെറ്റർ ആകണം എന്നുള്ളൊരു വിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. സെക്കൻഡ്ലി, നമുക്ക് ലൈക്ക് റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് എല്ലാവരും പഠിക്കണം. റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മനസ്സിലാക്കണം, സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡിനോ വരുമ്പോഴത്തേക്ക് ആവശ്യത്തിലേറെ റിസ്ക് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാനായിട്ടൂടെ നമ്മൾ പഠിക്കണം എന്നുള്ളത്. പലരും ഇത് പഠിക്കുന്നില്ല. ഫുൾ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുക. ട്രേഡിൽ കയറുമ്പോഴത്തേക്ക് ഒരാൾ മനസ്സിലാക്കണം അയാൾക്ക് ഇത്ര രൂപയായിരിക്കും പോകുന്നത്. തിരിച്ച് വന്ന് അയാളുടെ വ്യൂ തെറ്റുകയാണെങ്കിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപയായിരിക്കും പോകുന്നത് മനസ്സിലാക്കണം. പക്ഷേ ഇതാരും മനസ്സിലാക്കത്തില്ല. നേരെ ബ്ലൈൻഡ്ലി കയറി അങ്ങ് യൂസ് ചെയ്യുകയാണ്. അവിടെ അത് ഗ്യാംബ്ലിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ചിരുമ്പ പറഞ്ഞ പോലെ അഡാപ്റ്റബിലിറ്റി. കാരണം മാർക്കറ്റിൻ്റെ വ്യൂവിൽ മാർക്കറ്റ് മാറുമ്പോഴത്തേക്ക്, മാർക്കറ്റിൻ്റെ സൈക്കിൾ മാറുമ്പോഴത്തേക്ക് അതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി. ഒരു ട്രേഡ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. മൈൻഡ് സെറ്റ് ഇപ്പോൾ പെട്ടെന്ന് മാറി, ഓക്കെ വ്യൂ മാറി, നമ്മൾ മാറാൻ തയ്യാറാകണം. സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം. പലരും സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്തില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സാധനമേ വെക്കത്തില്ല. സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകളുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് എത്താനാവുമ്പോൾ സ്റ്റോപ്പ് ലോസ് മാറ്റി കുറച്ച് താത്ത് വെക്കും. കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ സ്റ്റോക്ക് വിറ്റപ്പോൾ സ്റ്റോക്ക് പിന്നെ മുന്നോട്ട് കയറി, ഞാൻ ആ മുന്നോട്ട് കയറുമെന്ന് വിചാരിച്ച് വെച്ചപ്പോൾ അത് താഴോട്ട് പോയെന്ന്. അപ്പൊ അതെങ്ങനെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുക? അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ്, അതായത് ടോട്ടൽ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യണം. അതായത് ടോട്ടൽ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ടോട്ടൽ ട്രെൻഡ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ബുള്ളിഷാണ്, ടോട്ടൽ ഒരു ട്രെൻഡ് നല്ല ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ബുള്ളിഷ് സൈഡിലോട്ടേ പോകാവുള്ളൂ. ചെറിയൊരു ഇറക്കം കാണുമ്പോഴത്തേക്ക് നേരെ ചാടി കയറി അങ്ങ് സെല്ല് ചെയ്യും. അപ്പോൾ ചെറിയൊരു ഇറക്കം വന്നിട്ട് പിന്നെ അത് തിരിച്ചു വരുമ്പോൾ അവർ നേരെ ചാടി കയറും.
സോ ലൈക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറ്റാവുന്നതേ ഉള്ളൂ. ആൻഡ് ഓൾസോ സൈക്കോളജി ശരിയാക്കണം. ഡിസിപ്ലിൻ ട്രേഡേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യത്തുള്ളൂ. ട്രെൻഡിന് ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളുണ്ടാവും. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നേരെ ടാർഗറ്റിലോട്ട് പോകുന്നു, എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ റിവേഴ്സ് ആകുന്നു. ഇത് രണ്ടും നടക്കുന്നത് ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്ത. നിങ്ങൾ കോഴ്സ് ചെയ്യുന്ന അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ലൈവ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ 9 to 3:30 നമ്മൾ ലൈവ് പോകുന്നുണ്ട്. ഞാനായിരിക്കും അവിടെ പേഴ്സണലി പോകുന്നത്. അതുമാത്രമല്ല നമ്മുടെ മോണിറ്റേഴ്സ് ലൈവ് മാർക്കറ്റിൽ സ്പെഷ്യലി സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ച് യൂസ് ചെയ്ത് മെത്തേഡ്സ് എൻട്രി ചെയ്യുന്ന എങ്ങനെയാണ്, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം, ടാർഗറ്റ് എങ്ങനെ വെക്കാം, എന്തുകൊണ്ട് വെക്കുന്നു, ഇതെല്ലാം നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ബ്രോ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പകർന്നു കൊടുത്തിട്ട് അതിലൂടെ ഒരാൾക്ക് സക്സസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പോഷർ കിട്ടുന്ന എൻവയോൺമെന്റ് നിന്നാണ് എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരാൾ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും? ഒരാൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ കഥ പറയാം. ഷുവർ, കുറെ അധികം ആൾക്കാരുണ്ട്. നമ്മുടെ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്ന മോണിറ്റേഴ്സ് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഫസ്റ്റ് വൺ, അതെൻ്റെ വലിയൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ്. സെക്കൻഡ്ലി, ഒരാൾ കാനഡയിൽ നിന്ന് അവിടുത്തെ ജോലി നിർത്തിയിട്ട് നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അടുത്ത ആൾ ബഹ്റിൻ നിന്ന് അവിടുത്തെ ജോലി നിർത്തിയിട്ട് ഈ മാസം കമ്പനിയിൽ വന്ന് ജോയിൻ ആകാൻ നിൽക്കുന്നു. അടുത്ത ആൾ UK നിന്ന് സൂൺ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതെൻ്റെ വലിയൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നോക്കുന്നു. കാരണം അവർ ട്രേഡിംഗ് വേണം. പിന്നെ എല്ലാവർക്കും ഒരു വ്യൂ ഉണ്ട്, പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സക്സസ്ഫുൾ ആണ് ലൈഫിലെന്ന്. പക്ഷേ അതങ്ങനെയല്ല എന്ന് പോയവർക്ക് 90% ആൾക്കാർക്കും അറിയാം. അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 90% ആൾക്കാർക്കും അറിയാം. അവർ ഇത് മനസ്സിലാക്കുകയും അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ട്രേഡിങ്ങിലോട്ട് വന്നു, പഠിച്ചു തുടങ്ങി. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, റിസൾട്ട് വന്നുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു. അതിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ബഹ്റിനിൽ നിന്ന് ജോലി നിർത്തിയിട്ട് വരുന്നു, UK നിന്ന് ഒരാൾ ജോലി നിർത്തിയിട്ട് വരുന്നു. ട്രേഡിംഗ് പാഷനേറ്റ് ആയിട്ടുള്ളവരാണ് ഇവരൊക്കെ. ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. സോ they are the best, I think. ഇപ്പോൾ ആളുകൾ ജോലി റിസൈൻ ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഏകദേശം എന്ത് പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് അവർക്ക് കിട്ടും? അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക്, അതായത് എക്സിസ്റ്റിംഗ് ജോബ് കിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ട്രേഡിംഗ് ആസ് എ കരിയർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്നത്? 6 months എബോവ് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 10% എബോവ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം മാറാൻ പറ്റും. ബട്ട് എന്നാൽ ഒരു 2 years പ്ലസ് ആയിട്ട് അവർ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കാര്യത്തിലോട്ട് എത്തിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ആരും ജോലി വിടരുത്. കാരണം നേരെ വന്ന് മാർക്കറ്റ് വരുന്നു, ചിലപ്പോൾ മാർക്കറ്റ് ആദ്യം ഇച്ചിരി ഇട്ട് തരും, ചിലപ്പോൾ നമ്മുടെ ചുസമ്പാട്ട് എന്തോ ഒരു ഗുണം കൊണ്ട് ഇച്ചിരി നാൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയോണ്ട് നേരെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പണി വാളും. കാരണം ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ കുറേ പഠിക്കണം. ഇത്രയും വർഷമായിട്ടുള്ള മാർക്കറ്റാണ്, നമ്മൾ ഇതിന് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പഠിക്കുന്ന സമയത്ത് ലോസസ് ഉണ്ടാക്കും, ഫിൽ ചെയ്യാൻ ക്യാപിറ്റൽ വേണം. ഈ പറഞ്ഞ ആളുകൾ ആസ് ആൻ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലാണ് അല്ല ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്ത്? അല്ല, ഇൻവെസ്റ്റേഴ്സ് അല്ല, ട്രേഡേഴ്സ് ആണ്. ഇവർ മോണിറ്റേഴ്സ് ആണ് കറന്റ് നമ്മുടെ കമ്പനിയിൽ. ട്രേഡ് മാക്സിൽ ഇവർ മോണിറ്റേഴ്സ് ആണ്. ഇപ്പം മോണിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട് എല്ലാ ബാച്ചസിൽ. അപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, ഒരു 25 സ്റ്റുഡൻസിന് ഒരു മോണിറ്റർ എന്ന രീതിയിൽ. ഈ മോണിറ്റേഴ്സ് 24/7 അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ എങ്ങും തന്നെ കിട്ടാത്ത സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ലൈക്ക് 24/7 ഇവ അവൈലബിൾ ആയിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവരെ വിളിച്ച് ചോദിക്കാം, മെസ്സേജ് അയക്കാം, ദെൻ അവർ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. ദെൻ അത് മാത്രമല്ല, പെട്ടെന്ന് ചോദിക്കുകയാണ് ഡൗട്ട് ഉണ്ട് ഇന്ന ട്രേഡിലാണ്, അപ്പോൾ തന്നെ അവർ നേരെ പോയിട്ട് 1-to-1 സെഷൻ സൂം മീറ്റോ ഗൂഗിൾ മീറ്റോ ഇട്ടിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇവിടെ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു യൂട്യൂബർ. പുള്ളി ഇപ്പോൾ ഉള്ള എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റിലെ ടൈറ്റൻസ് ഒക്കെ ആയിട്ടുള്ള പുറിഞ്ചു വെളിയത്ത്, വിജയ് കേഡിയ, ഇങ്ങനെയുള്ള 2-3 ആളുകളെ ഫോളോ ചെയ്തിട്ട് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കിയിട്ട് അത് എക്സാക്ട് കോപ്പി ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അതിൽ പുള്ളി പറയുന്നത് ലാസ്റ്റ് 1 year ഐ ബിൻ ഡൂയിങ് ദിസ് ആൻഡ് ഐ ഹവ് ജനറേറ്റഡ് 40% അബവ് CAGR ആണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ട്രേഡിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ നമ്മൾ കോപ്പി ട്രേഡ് ചെയ്താൽ പോരെ? സോ കോപ്പി ട്രേഡിങ്ങും കോപ്പി ഇൻവെസ്റ്റിങ്ങും, സോ ലെറ്റ്സ് സേ അതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഫൈൻ. ബട്ട് എന്നാൽ ലോസസ് വരുമ്പോഴത്തേക്കോ, ഇപ്പം ലെറ്റ്സ് സേ പുറച്ചു വലിയതല്ല, അവർ പറഞ്ഞു ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, അവർ ട്രേഡ് ചെയ്യുന്ന മൈറ്റ് ബി 1 CR കൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഇല്ല ട്രേഡ് ചെയ്യുന്നതോ, ലെറ്റ്സ് സേ ഇൻവെസ്റ്റിംഗ് എന്ന കാറ്റഗറി പറയാം, 1 CR കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ ഒരാൾ 5 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അവർ പറയുന്ന ക്വാണ്ടിറ്റി തന്നെ മജോറിറ്റി ആൾക്കാർ ഇവിടെ എടുക്കും. റൈറ്റ്, അത്ര എടുക്കാൻ പറ്റില്ല, മാക്സിമം ഫുൾ ക്യാപിറ്റലൈസേഷൻ ഇവരെടുക്കും. ബട്ട് അവിടെയോ അവർ റിസ്കിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. സോ അതായത് അവിടെ ഒരു മൈറ്റ് ബി ഒരു 2 ലക്ഷം രൂപ ലോസ് വരുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ ഇവിടെ ഫുൾ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിപ്പോൾ അവർക്ക് ആവറേജ് ചെയ്യാനായിട്ട് അവർ ഇൻ കേസ് ആവറേജ് ചെയ്തിട്ട് അവർ റിസ്കിനെ മാനേജ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ റിസ്കിനെ ഒന്നും അറിയാത്ത ഒരാൾ റിസ്കിനെ മാനേജ് ചെയ്തില്ല. കാരണം മാർക്കറ്റ് വലിച്ചിടും. മാർക്കറ്റ് ഏറ്റവും 2 വലിയ ഇമോഷൻസ് ആണ്, ഗ്രീഡും ഫിയറും. ഗ്രീഡ് തീർച്ചയായിട്ടും വലിച്ചിടും. ഇവർ നേരെ ഡംപ് ചെയ്യും, വാഷ് ഔട്ട് ചെയ്യും. ലോസ് വരുന്ന സമയത്ത് ഇവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല ആക്ച്വലി ട്രേഡേഴ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, മെൻ്റൽ സ്റ്റേറ്റ് ആണ്, ഇമോഷൻസ് ആണ്. ലോസ് വരുമ്പോൾ ഉള്ള പേടി,
ഫുൾ വാഷ് ഔട്ട് ആകുമോ, ഇല്ല ഇച്ചിരി പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇനിയും ഇച്ചിരൂടെ കിട്ടട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ട്രേഡിൽ കയറുന്നത് മാത്രമല്ല, ഇറങ്ങുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു എന്ന് പറഞ്ഞ വീരയോദ്ധാവ് മരിക്കാൻ കാരണം ഭേദിക്കാൻ കഴിഞ്ഞു, തിരിച്ചിറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെയാണ് മജോറിറ്റി ട്രേഡേഴ്സും, അകത്തോട്ട് കയറുന്നുണ്ട് പക്ഷെ തിരിച്ചിറങ്ങാനായിട്ട് അറിയില്ല, വെയിറ്റ് ചെയ്തിരിക്കും. ഒരു എൻട്രിയും എക്സിറ്റും ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിസ്കിനെ മാനേജ് ചെയ്യണം. നമ്മൾ ട്രേഡിലോട്ട് കയറുമ്പോഴത്തേക്ക് എത്ര എനിക്ക് റിസ്ക് ഉണ്ട്, എനിക്ക് റിസ്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നോക്കേണ്ടത്. ഇതെല്ലാം റിസ്കിന് അതിനകത്ത് തന്നെ വരുന്നതാണ് റിസ്ക് റിവാർഡ്, RR റേഷ്യോ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കയറുക. പേഷ്യൻസ് ഒരു ട്രേഡിനുണ്ട് വേറെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പേഷ്യൻസ്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു ട്രേഡിൽ മാത്രമായിരിക്കണം നമ്മൾ കയറേണ്ടത്. ഇങ്ങനെ ഡീപ്പായിട്ട് ഇപ്പം മാർക്കറ്റിന് അനാലിസിസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ ആർക്കോ ഒരു അടുത്ത 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ റേസ് ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? ഇന്ത്യയുടെ എക്കണോമി ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കിങ് സെക്ടേഴ്സ് ഗ്രോ ചെയ്യണമല്ലോ. സോ ബാങ്കിങ് സെക്ടേഴ്സ് നമുക്ക് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതിനകത്ത് തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള സ്റ്റോക്സുകൾ നമുക്ക് നോക്കാവുന്നതാണ്. ലെറ്റ്സ് ട്രാൻസ്പോർട്ട്, മാനുഫാക്ചറിങ് സെക്ടേഴ്സ്, അത് മാനുഫാക്ചറിങ് ചെയ്യുന്ന കുറേ അധികം സെക്ടേഴ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നല്ല പ്രോബിലിറ്റി ഉണ്ട്. IT സെക്ടേഴ്സ്, ദെൻ ഓട്ടോ സെക്ടേഴ്സ്, ഇതൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നല്ല പ്രോബിലിറ്റി. ഈ IT സെക്ടേഴ്സിലൊക്കെ ഏതൊക്കെയാണ് മെയിൻ സ്റ്റോക്സ്? ലെറ്റ്സ് നമുക്ക് റീസെന്റ് വിപ്രോ ഡൗൺ അല്ലേ ശരി, ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുകയാണ്. ബട്ട് എന്നാൽ നമുക്ക് TCS, ഇൻഫോസിസ്, ടെക്കം ഇതെല്ലാം അത്യാവശ്യം നല്ല റിസൾട്ട്, HCL ടെക് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻഫോസിസും TCSും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ എങ്ങാണ്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നുണ്ട് കറന്റ്. സോ അതൊക്കെ നമുക്ക് അത്യാവശ്യം കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഞാൻ Nifty 50 സ്റ്റോക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പെനി സ്റ്റോക്സിലോ കാര്യങ്ങളോട്ടൊന്നും പോകുന്നില്ല. അത് ഓരോരുത്തരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഞാൻ പെർസെൻറ്റേജിനാണ് നോക്കുന്നത്. മജോറിറ്റി ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റുണ്ട്. അതായത് സ്റ്റോക്ക് 5 രൂപയുള്ളൂ 10 രൂപയുള്ളൂ പോയി വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ക്വാണ്ടിറ്റിയിലല്ല, ഞാൻ ക്വാളിറ്റിയിലാണ് നോക്കുന്നത്. പക്ഷെ പല മൾട്ടി ബഗർ ആവുന്ന സ്റ്റോക്കുകളും തുടക്കകാലത്ത് ഒരു പെന്നി സ്റ്റോക്ക് അല്ലായിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് നാളത്തെ മൾട്ടി ബഗർ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അതിന് ഫണ്ടമെന്റൽ അനാലിസിസ് തന്നെ ചെയ്യേണ്ടി വരും. ഞാനൊരു ടെക്നിക്കൽ അനലിസ്റ്റ് ആണ്. അതിന് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തിട്ട് ആ സ്റ്റോക്കുകളെ സെർട്ടൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതിന്റെ ബേസിസിൽ നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ പറയുന്നത് വോഡഫോൺ ഐഡിയ ഒക്കെ ഓൾമോസ്റ്റ് നല്ല ഫോൾ നിൽക്കുവാണ്, അവിടെ നിന്നൊക്കെ പുഷ് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ടെന്നൊക്കെ പറയാൻ കഴിയില്ല. ബട്ട് എന്നോട് ബിസിനസ് ഡൗൺ ആണ്. ബട്ട് എന്നാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ VIയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞല്ലോ Nifty 50 ഉള്ള സ്റ്റോക്സിലാണ് ഞാൻ 99% ചെയ്യാറുള്ളത്. ബാക്കി 1% റെയർ ആയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ കൂടുതൽ റെക്കമെൻഡേഷൻ വരുന്ന ഒരു സെക്ടറാണ് ഡിഫൻസിന്റെ ഒരു ഫ്യൂച്ചർ ബ്രോ എങ്ങനെയാണ് കാണുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ആൻഡ് ഓൾസോ ISROടെ നമുക്ക് കുറേ അധികം പ്രൊജക്ട്സ്, ചന്ദ്രയാൻ 3 ഇതെല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് കറന്റ്. ആൻഡ് ഓൾസോ വേറെ ഏതോ പ്രൊജക്ട്സ് ഒക്കെ സൂൺ വരുന്നുണ്ട് ISROയിൽ. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം സെക്ടേഴ്സ് ഉണ്ട്. ചന്ദ്രയാൻ 3 ലാസ്റ്റ് റൗണ്ട് ടർബോ ഒക്കെ ഭയങ്കര ഹ്യൂജ് റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നമ്മൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡിഫൻസ് സർട്ടിഫിക്കറ്റ്സ് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹിയർ പുട്ടിൻ സംതിങ് World War 3 ആയിരിക്കാം എന്നൊരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നല്ലോ. ആ ടൈമിൽ ഡെഫിനറ്റ്ലി ഇന്ത്യ ഗ്രോ ചെയ്യും. ഇപ്പോൾ പുതിയ പ്രൊജക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ തന്നെ ഓൾമോസ്റ്റ് ഏതോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫൈറ്റർ പ്ലെയിൻ അത് ഇന്ത്യ തന്നെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിലൊക്കെ. അദാനിന്റെ സ്റ്റോക്സിന്റെ കാര്യം ഷാരിഖ് ഷംസുദ്ദീനൊക്കെ ഒരു അത്ര കോൺഫിഡൻസ് അല്ലാത്ത രീതിയിൽ പറയുന്ന സ്റ്റോക്സ് ആണ് അദാനിയുടെ. അത് പുള്ളി തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലും പിന്നെ ഇപ്പോൾ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം സ്റ്റോക്ക് ഇടുകയും പിന്നെ അതിനെതിരെ പിന്നെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ സെബിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഒരു ഇൻഡയറക്ട്ലി ഷാരിഖ് ഷംസുദ്ദീന്റെ ഒക്കെ വീഡിയോസിൽ പുള്ളി ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഐ വുഡൻ റെക്കമെൻഡ് യു ടു ഇൻവെസ്റ്റ് ഇൻ ദം കുറേ സ്റ്റോക്സ് ഉണ്ടല്ലോ. അപ്പോൾ ബ്രോന്റെ ഒരു വ്യൂ എന്താണ് അദാനി സ്റ്റോക്സിന്റെ കേസിൽ? അദാനി എന്തായാലും വീഴാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയെ എങ്ങും കടക്കാത്ത നമുക്ക് വേൾഡ് ടോപ്പ് റിച്ചസ് ആ ഒരു കൗണ്ടിൽ എങ്ങും കടക്കാത്ത ഇന്ത്യയിൽ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ അടുത്തായിട്ട് ആരും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. ആ ഇന്ത്യയിലെ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ ഗ്രോത്തിനെ അത് ഡെപ്പിക്റ്റ് ചെയ്യുമല്ലോ. അപ്പം ആ ഒരു ഇന്ത്യയുടെ ഗ്രോത്തിനെ കളയാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കുമോ? ഇതെൻ്റെ വ്യൂ ആണ് കേട്ടോ, ഇതെൻ്റെ വ്യൂ. അതുകൊണ്ട് തന്നെ നമുക്കത് ഫോളോ ആകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അദാനിക്ക് ഇനിയും കുറെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി അവർ കെട്ടിച്ചമച്ച ഒരു കാര്യമാണ് എന്ന് കുറെ അധികം ന്യൂസസും കാര്യങ്ങളും വരുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഇത് സംഭവം. ഓക്കെ, ആ ഒരു റിപ്പോർട്ടിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ പുറത്തുള്ള
രാജ്യങ്ങളിൽ പോയിട്ട് പേപ്പർ കമ്പനീസ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ട് വലിയ രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് ഇടിയുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഷെയർ പ്രൈസ് നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴാണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എപ്പോൾ പ്രൈസ് ആവുന്നത്. അപ്പൊ ആ സമയത്ത് ഈ സ്റ്റോക്ക് പ്രൈസ് ഉയരുന്ന സമയത്ത് ജനങ്ങളൊക്കെ ഒന്നാകെ വന്നിട്ട് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അത് പ്രോഫിറ്റ് ആകുമ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സംഭവം പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല, അതാണ് ആക്ച്വലി ഹർഷത് മെഹ്റ സ്കാം നടന്നിട്ടുണ്ടായിരുന്നത്. പുള്ളി ആദ്യമേ കൊണ്ട് ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് പ്രൈസിന്റെ ഇച്ചിരി ഹൈപ്പ് ലെറ്റ്സ് ഒരു 100 രൂപ എന്നതാണെങ്കിൽ ഒരു 10 രൂപ എന്ന സ്റ്റോക്ക് ആണെങ്കിൽ അത് നേരെ 15-17 ആക്കുക. എന്നിട്ട് ഇത്രയും കയറുന്ന കാണുമ്പോൾ ബാക്കി എന്ത് ചെയ്യുക, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്, ഇനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അത് 17 നിന്ന് 25-30 ആകുമ്പോഴത്തേക്ക് ആശാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ടു സമ്മാട്ട് ഹർഷത് മെഹ്റ ചെയ്തൊരു കാര്യമായിരുന്നു ഇത്. പക്ഷെ എന്നാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സെബി ഇത്ര സ്ട്രോങ് ആവുകയും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ അത് ട്രേഡബിൾ ആകുകയോ ഇല്ലെ മൂവ്മെന്റ് തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈവൻ ലോക്ക് ആക്കുകയും ഇല്ലെ ബാൻ ചെയ്യും. ഓരോ ചില ദിവസം എല്ലാ ദിവസങ്ങളും പർട്ടിക്കുലർലി ചില സ്റ്റോക്കുകൾ ബാനാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ബാൻ ആകാറുണ്ട്. കാരണം അത് ഓൾമോസ്റ്റ് ലൈക്ക് ഇത്ര മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ബാൻ ആകും. അന്നത്തെ ദിവസം നമുക്കത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ കഴിയുകയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ നടക്കാതിരിക്കാനായിട്ട് സെബി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ്. സ്റ്റോക്ക് റെക്കമെൻഡേഷന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ പറയാൻ പറ്റുന്നതാണ് മ്യൂച്വൽ ഫണ്ടും. ബ്രോ മ്യൂച്വൽ ഫണ്ട് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്? ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ ലംസമായിട്ട് ഞാൻ ലൈക്ക് ഹ്യൂജ് ഒരു എമൗണ്ട് കൊണ്ട് ഡംപ് ചെയ്യാറില്ല. ബട്ട് SIPs ത്രൂ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പം ഏറ്റവും വലിയൊരു SIP ഞാൻ മാത്രമല്ല, ഞാൻ ലൈവിൽ വരുമ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു നേർച്ച ഇടുന്ന പോലെ എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ ഒരു ഗോൾഡ് പീസ് ഒരു ക്വാണ്ടിറ്റിയെങ്കിലും വാങ്ങിക്കാം. ജസ്റ്റ് ലൈക്ക് ഒരു 60 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ഒരു ഗ്രാമിന് 5,000-6,000 rupees ആയതുകൊണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ വെറും 60 രൂപയേ ഉള്ളൂ ഗോൾഡ് പീസിന് ഒരു ക്വാണ്ടിറ്റിക്ക്. അത് പോയി വാങ്ങിക്കാമല്ലോ. എല്ലാ ദിവസവും രാവിലെ മിനിമം ഒരു ക്വാണ്ടിറ്റി എല്ലാവരോടും വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 to 6 years നോക്കണ്ട, ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ലേറ്റർ ഓൺ ഇവരുടെ സൈക്കോളജി മാറും. നമ്മൾ ഈ ആമസോണിലൊക്കെ പോകുമ്പോഴത്തേക്ക് ലൈക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അതൊരു സൈക്കോളജിയാണ്. ആക്ച്വലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഡോപ്പമിൻ റഷാണ് ആക്ച്വലി. ലേറ്റർ ഓൺ ആ ഡോപ്പമിൻ റഷ് ഇവർ ഈ ട്രേഡിങ്ങിലോട്ട് ഇല്ല ഈ ഗോൾഡ് ബീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നിഫ്റ്റി ബീസ് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. നിഫ്റ്റി ബീസ് ഓൾമോസ്റ്റ് ലൈക്ക് 250 rupees ഉള്ളൂ കറൻറ്റ്ലി. ലേറ്റർ നമ്മളിത് ഈ ഒരു പോഡ്കാസ്റ്റ് തന്നെ നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും 250 എത്ര എത്തി കാണുമെന്ന് അറിയാൻ പറ്റും. ഗോൾഡ് ബീസ് 60 നിൽക്കുന്നത് എത്ര എത്തി കാണും നമുക്ക് അറിയാൻ പറ്റും. ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ബ്രോന്റെ റെക്കമെൻഡേഷനിൽ ഗോൾഡിലോ അല്ലെങ്കിൽ SGBയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ഒരു കോമൺ മാൻ, അതായത് എല്ലാവർക്കും ചെയ്യാൻ കഴിയത്തില്ല എപ്പോഴും ലൈക്ക് ഗോൾഡിലോ ലിറ്റർ ഗോൾഡ് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ചെയ്യാനായിട്ടോ ചെറിയ രീതിയിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏറ്റവും മിനിമം കോസ്റ്റ് പറ്റുന്ന ഒരു കാര്യം ഗോൾഡ് ബീസ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ അതനുസരിച്ച് ചെയ്യുന്നുമുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയുന്നുണ്ട് ഒരു 60 രൂപ ദിവസം മാറ്റി വെക്കാം. ആ രീതിയിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളത്. ദെൻ കുറേ അധികം നമുക്ക് ദെൻ ലൈക്ക് വാട്ട് SIPs ഉണ്ടല്ലോ, ഒരു 2,000 rupees അല്ലെങ്കിൽ 500 rupees SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നിഫ്റ്റി ബീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ലൈക്ക് 12-15% റിട്ടേൺസ് തന്നിട്ടുണ്ട് ലാസ്റ്റ് വർഷങ്ങളിലായിട്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ആ നിഫ്റ്റി അതായത് ഇന്ത്യ NSE നമുക്ക് ഓൾമോസ്റ്റ് തന്നിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെയും കിട്ടാനായിട്ട് പ്രോബിലിറ്റി, നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. അത്രയും കോസ്റ്റ് വാങ്ങിക്കാതെ വെറും ചെറിയൊരു എമൗണ്ടിൽ നമുക്കത് വാങ്ങിക്കാൻ കഴിയും. ഈ നമുക്ക് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ ഡെഫിനറ്റ്ലി നമുക്ക് ഓപ്ഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ല പരിചയമുള്ള പേരുകൾ ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ടെസ്ല ആണെങ്കിലും എൻവിഡിയ, ഫേസ്ബുക്ക്, മെറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും? നമുക്ക് കുറേ അധികം ആപ്സുകളുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഇൻമണി എന്ന് പറയുന്നൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ബേസിക്കലി. ആൻഡ് ഓൾസോ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇൻമണി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നല്ലൊരു ആപ്പാണ്. നമുക്ക് അതിൽ ത്രൂ നമുക്ക് ലൈക്ക് ഫോറിൻ US സ്റ്റോക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ വാങ്ങിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് ആയിരിക്കുമോ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കമ്പനീസ് ആയിരിക്കും കൂടുതൽ ലാഭനില നോക്കിയിട്ട് ചെയ്യണമായിരിക്കും? നമുക്ക് ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. പുറത്ത് നോക്കുന്നതാണെങ്കിൽ ലൈക്സ് ഇപ്പോൾ പറഞ്ഞ പോലെ ടെസ്ല, മെറ്റ ഇതിനെപ്പറ്റി അതിലൊക്കെ ഗ്രോത്ത് വരുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലൈക്സ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുമല്ലോ വാട്ട് യു ഡു ഫോർ ലിവിങ് എന്നൊരു സംഭവം. അത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഞാനൊരു ഇൻവെസ്റ്ററാണ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്തൊരു കാര്യം കൂടെ എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല. ആഡ് ഓൺ ചെയ്തു നിങ്ങളെല്ലാവരും ആപ്പിളിൻ്റെ ലൈക്ക് സ്റ്റീവ് ജോബ്സ് മരിച്ച സമയത്ത് നിങ്ങളെല്ലാവരും സെല്ല് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ആൻഡ് റൈറ്റ് നൗ
ദിസ് ഹാപ്പൻഡ് എന്ന് പുള്ളി പറഞ്ഞു. സോ നമുക്കത് മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു ഗ്രോത്ത് അവിടെ ഉണ്ടാവും, ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവും. ബ്രോ, അപ്പോൾ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ആക്ച്വലി 9 to 3:30 ആണ് നമ്മുടെ മാർക്കറ്റ് ടൈം. പക്ഷേ 9 to 4 o'clock അല്ലെങ്കിൽ 5 o'clock ആയിരിക്കും ഭൂരിഭാഗം ആളുകളും വർക്ക് ടൈം. അപ്പോൾ ഇത്തരത്തിൽ ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ എങ്ങനെ ട്രേഡ് ചെയ്യും ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് 3 സെഗ്മെന്റ്സ് വരുന്നുണ്ട്. ഒന്ന് ഇക്വിറ്റി, രാവിലെ 9 തൊട്ട് 3:30 വരെ. രണ്ടാമത് 9 തൊട്ട് 5 വരെ കറൻസി മാർക്കറ്റ് ഉണ്ട്. 9 തൊട്ട് 11:30 വരെ നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്. രാത്രി 11:30 വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 9 to 5 ജോബ് ചെയ്യുന്നവർ വന്നു, 5 ആകുമ്പോൾ വന്നു, 6 മണി ഇല്ല 7 മണി തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് 11:30 വരെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊന്നും മജോറിറ്റി ആൾക്കാർക്കും അറിയത്തില്ല. ഈ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഇതൊക്കെയാണ്. അപ്പോൾ ചിലരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റൽ വേണം, അതുകൊണ്ടാണ് എനിക്ക് ട്രേഡ് ചെയ്യാൻ കമ്മ്യൂണിറ്റി പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. ഒരിക്കലും ഇല്ല. നമുക്കൊരു 5,000 or 6,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും കമ്മ്യൂണിറ്റിയിലും. ഷുവർ, ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ നോർമലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പലരും പറയാറുണ്ട് ഞാൻ ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് എടുത്തു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലെറ്റ്സ് സേ ഇപ്പോൾ ഞാൻ 100 rupees ഇൻവെസ്റ്റ് ചെയ്തു, അവിടുന്ന് ഒരു എക്സ് എമൗണ്ട് ഓഫ് ടൈം കഴിഞ്ഞിട്ട് എനിക്ക് 100% ഗ്രോത്ത് ഉണ്ടായി, 200% എനിക്ക് റിട്ടേൺ വന്നു. ഇനി ഞാനത് ലിക്വിഡായിട്ട് ഞാൻ റിസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് എമൗണ്ട് ആയിരിക്കും എനിക്ക് റിസീവ് ചെയ്യുക? അതായത് അവിടെ ടാക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ടല്ലോ. ഈ ഒരു എക്സാമ്പിൾ വെച്ച് ബ്രോ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ഷോർട്ട് ടൈമും ലോങ് ടൈമും ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം പീരീഡ് അനുസരിച്ചിരിക്കും. ഷോർട്ട് ടൈം ആണെങ്കിൽ ഓൾമോസ്റ്റ് 15% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ബട്ട് അതേസമയം ലോങ് ടൈം, അതായത് 1 വർഷത്തിന് മുകളിലാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10% നമുക്ക്. ഇപ്പൊ ട്രേഡിംഗ് ആണെങ്കിൽ ഇൻട്രാഡേയിൽ ടാക്സ് വരാറില്ലേ? ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റിയിൽ അനുസരിച്ചിട്ടാണ് നമുക്കത് വരുന്നത്. മെയിൻലി ലൈക്ക് ലെറ്റ്സ് സേ കുറേയധികം ട്രേഡേഴ്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 5 CR മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പേഴ്സൻറ്റേജ്, അതെ ഇയർലി നമുക്ക് അത്രയും വരുന്നുണ്ടെങ്കിൽ സെർട്ടൺ ഹ്യൂജ് എമൗണ്ട് പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് വിഡ്രോ ചെയ്യത്തില്ല, നേരെ ഇൻവെസ്റ്റ് ചെയ്യും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആക്കിയിട്ട് 10% റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. 15 ആക്ച്വലി ഐ തിങ്ക് ലൈക്ക് 30% സംതിങ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ടൈമിൽ. കാരണം 5 CR പ്ലസ് ആകുമ്പോഴത്തേക്ക് HNA ആവുന്നുണ്ട്, വേറെ സ്ലാബ് മാറി നമ്മളുടെ. NRIസിന് ഫ്രീ അല്ലേ? NRIസിന് സെർട്ടൺ വേറെ എക്സ്ട്രാ ചാർജസ് ഉണ്ട്. ഇപ്പോൾ പലരും തന്നെ പുറത്ത് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് NRI അക്കൗണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് വേറെ എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്, ടാക്സും ഇച്ചിരി കൂടുതൽ വരുന്നുണ്ട്. അപ്പം മജോറിറ്റി ആൾക്കാരും അവരുടെ സിബ്ലിങ്സിന്റെ അക്കൗണ്ട്സ് ഒക്കെ വെച്ചാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പോൾ റീസെന്റ് സെബിന്റെ ഒരു റൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെതിരെ കേസ്, അത് അവർ വലിയ രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ശരിക്കും മാർക്കറ്റിനെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? മാർക്കറ്റിനെ അത് ആക്ച്വലി അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇവർ തെറ്റായിട്ടുള്ള ലൈക്ക് ചുമ്മാതെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചുമ്മാതെ റെക്കമെൻഡേഷൻസ് കൊടുക്കുക, ഇന്ന സ്റ്റോക്ക് വാങ്ങിച്ചോ, ഇത് നേരെ ജമ്പ് ചെയ്യും എന്നൊരു കാര്യം, ഒരു വ്യൂവോ വിഷനോ ഒന്നും കാണത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ലോസസ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതുപോലെ സെബി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാർക്കറ്റിലോട്ട് ക്യാഷ് ഡംപ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നുള്ളത്. സോ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് ലോസ് ചെയ്യും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബ്രോക്കർ ഓപ്പൺ ആക്കുന്ന 90 to 95% ആൾക്കാർ ട്രേഡ് ചെയ്ത് ലോസസ് ഉണ്ടാക്കുന്ന ഒരു ഡിസ്ക്ലൈമർ തന്നെ ഫസ്റ്റ് വരുന്നുണ്ട് ഒരു ബ്രോക്കർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അനാവശ്യമായിട്ട് അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി അവർ ഇതുപോലെ കുറേ അധികം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നുണ്ട്, ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനായിട്ടോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കമ്പനി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നത് ആക്ച്വലി IPO വഴിയാണ്. ഈ IPO വഴി റേസ് ചെയ്യുന്ന ഫണ്ട് മാത്രമാണ് ഈ കമ്പനിക്ക് പോകുന്നത്. പക്ഷേ അതിന്റെ പുറമെ നമ്മുടെ ആ സ്റ്റോക്കിന്റെ വില കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ അതിന്റെ വില റൈസ് ചെയ്യുമ്പോഴൊക്കെ ഈ കമ്പനിക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ് ശരിക്കും ഉണ്ടാവുന്നത്? സോ ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ ഇതുപോലെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടും, അതായത് അതിന്റെ ടോട്ടൽ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ വാല്യൂ പ്രൈസ് വാല്യൂ ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഡെഫിനറ്റ്ലി അട്രാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് IPO ലിസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല, അല്ലാതെ ഇവർക്ക് ഷെയർസ് പിന്നെ സെല് ചെയ്യാനായിട്ട് കഴിയും. ഹയർ പ്രൈസസിൽ ഇവർക്ക് സെല് ചെയ്യാൻ പറ്റും. ഒരു റീസൺ അതാണ്. അതല്ല, ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നു, കമ്പനിയുടെ വാല്യൂ കൂടുന്നു. ആ ഒരു ടൈമിൽ ഇവർക്ക് വേണേൽ പ്ലഡ്ജ് ചെയ്യാലോ, ബാങ്ക്സിലോ എവിടെയെങ്കിലും അവർക്ക് ലോൺസ് യൂസ് ചെയ്യാം, എമൗണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ. സോ അവിടെ പ്ലഡ്ജ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി അവർക്ക് അത് യൂസ് ചെയ്യാം. വേറെയും കുറെ അധികം അഡ്വാൻറ്റേജസ് കാണും ഡെഫിനറ്റ്ലി. ബ്രോ, ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ there is no specific rules for trading എന്ന് പറയുമല്ലോ. നമുക്ക് ഓരോരുത്തരുടെയും ട്രേഡിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ബ്രോന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്? അതിൽ തന്നെ സ്റ്റോക്ക് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ, അല്ല ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് നോക്കുമോ? ലോങ് ടേം ആണോ, ഷോർട്ട് ടേം ആണോ, ഡേ ട്രേഡിംഗ് ആണോ? ഏത് രീതിയിലാണ് ബ്രോന്റെ ഒരു സ്റ്റൈൽ? ഏത് രീതിയിലാണ്? ഞാൻ കൂടുതൽ പ്രൈസ് ആക്ഷനിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷനിലാണ്, പ്രൈസിന്റെ മൂവ്മെന്റ്സിലാണ് ഞാൻ
മനസ്സിലാക്കുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ഞാൻ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഓവർ ട്രേഡിങ്, ഇമോഷണൽ ട്രേഡിങ് ആൻഡ് ഓൾസോ ഡിസിഷൻ മേക്കിംഗ് പ്രിസൈസ് ആക്കാനായിട്ട്. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ആ ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ടാർഗറ്റ് എവിടെ വെക്കണം, ഞാൻ ആ ഒരു ട്രേഡ് സസ്റ്റെയിൻ ചെയ്യണോ, ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ കയറി. ഇതെല്ലാം സൈക്കോളജിയുടെ സെഷനിലോട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. ഞാൻ ഇൻട്രാഡേ വളരെ കുറച്ചായിട്ടേ ചെയ്യാറുള്ളൂ. ഞാൻ കൂടുതലും ചെയ്യുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്, അതും പൊസിഷൻസ് ആണ് എടുക്കുന്നത്. ഇൻട്രാഡേ വളരെ കുറവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഇൻട്രാഡേ ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എടുത്ത് കാണിക്കാറുണ്ട്. യൂട്യൂബ് ലൈവ് ഞാൻ പറഞ്ഞു 9 to 3:30 നമ്മൾ യൂട്യൂബ് ലൈവ് പോകുന്നുണ്ട്, അതെടുത്ത് കാണിക്കുന്നുണ്ട്. അതാ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ റവന്യൂ ജനറേഷൻ വരുന്നതെല്ലാം എനിക്ക് പ്രോഫിറ്റ് വരുന്നതെല്ലാം സ്റ്റോക്ക് ഓപ്ഷൻസിൽ നിന്നാണ് കൂടുതൽ ചെയ്യുന്നത്. ബ്രോ ഇപ്പോൾ ഒരു ട്രേഡിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഏത് ഭാഗമാണ് ശരിക്കും കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്? ഒരു ഫണ്ടമെന്റൽ സ്റ്റഡി ആണോ നടത്തുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണോ? ഞാൻ ഡെഫിനറ്റ്ലി പ്രൈസ് ആക്ഷൻ നോക്കും, അതായത് ടെക്നിക്കൽ സൈഡ് നമ്മൾ നന്നായിട്ട് നോക്കും. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നോക്കും, പോസിറ്റീവ് കോറിലേഷൻ എന്നും കൂടെ നോക്കും. അതായത് ഇപ്പം നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ഉണ്ടല്ലോ, 3 മെയിൻ ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റും ഇൻഡെക്സുകളാണ്. സോ ഇതിനകത്ത് ഞാനിപ്പോൾ നിഫ്റ്റി ബാങ്കിൽ ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നോക്കും നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഒരേപോലെയാണോ പോകുന്നത്, ഇത് 3 ഒരേ ഡയറക്ഷനിലാണോ, ഒരേ മൂവ്മെന്റ് ആണോ തരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മൊമെന്റം കിട്ടും. ഞാനൊരു മൊമെന്റം ട്രേഡറാണ്. നല്ലൊരു ട്രജക്ടറി മൂവ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ഇറങ്ങും. 1:3, 1:5, 1:6 പ്ലസ് ആണ് എൻ്റെ RR ഒരാളെ. പക്ഷെ എപ്പോഴും കിട്ടത്തില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പോസിറ്റീവ് കോറിലേഷൻ്റെ ബേസിസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ റിലയൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റി നോക്കും, നിഫ്റ്റിയും റിലയൻസ് പോസിറ്റീവ് കോറിലേഷൻ ആണോ നോക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫോസിസ് എടുക്കാൻ പോവുകയാണ്, അതും നിഫ്റ്റി ഐറ്റിയും ഓണാണോ നോക്കും. ഇല്ലെങ്കിൽ ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ നിഫ്റ്റി ഓട്ടോ സെക്ടർ ആണോ ചെക്ക് ചെയ്ത് നോക്കും. സോ ഇതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടും. കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ മേജർ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സുകളാണ്. അത് മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യാനായിട്ട് നല്ല പ്രോബിലിറ്റി ഉണ്ട്. നേരത്തെ ഒരു RRR മെൻഷൻ ചെയ്തല്ലോ, അതെന്താണ് ശരിക്കും? അത് റിസ്ക് റിവാർഡ് എന്ന് പറയും. അതായത് നമ്മളൊരു 1000 രൂപ റിസ്ക് വെക്കുകയാണ്, റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയും. ഒരു 1000 രൂപ ഞാൻ റിസ്ക് വെക്കുകയാണ്, ഞാൻ എൻ്റെ വ്യൂ ബുള്ളിഷ് ആണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ്, ഞാനിപ്പോൾ എൻട്രി എടുത്തു, തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് 1000 രൂപ, ഇതാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് മാക്സിമം 1000 രൂപയെ പോകത്തുള്ളൂ. ഇതാണ് നമുക്ക് റിസ്ക് ഇതിനകത്ത്. പക്ഷേ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ എനിക്ക് 1:3, അതായത് 1000 രൂപ റിസ്ക് വെച്ചിട്ട് 3000 രൂപ കിട്ടാൻ പ്രോബബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലേ ഞാൻ കയറത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേണ്ട 1:1 ഉണ്ട്, 1:2 ഉണ്ട്, 1:2.5 ഉണ്ട്. നമ്മൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് മൊമെന്റം സെറ്റപ്പ് ആണ് എനിക്ക് വരുന്നുണ്ടെങ്കിൽ 1:2.5 എടുക്കും. അല്ലാത്ത പക്ഷം 1:3 ഇല്ലാതെ ഒരു ട്രേഡിലും കയറത്തില്ല. പ്രോ പ്രൈസ് ആക്ഷനിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മളിപ്പം ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ടിൽ നിന്ന് എൻട്രി എടുക്കുന്ന ആളുകളുണ്ട്, നേരെ മറിച്ച് ബ്രേക്ക് ഔട്ടിൽ നിന്ന് അതായത് എൻട്രി എടുക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രോ പ്രിഫർ ചെയ്യുന്നത് ഏത്? ഞാൻ ബ്രേക്ക് ഔട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ജെന്യൂൻ ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഫേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഇത് 2 സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ നല്ല എക്സ്പീരിയൻസ് വേണം മാർക്കറ്റിന്റെ ടോട്ടൽ ട്രെൻഡ് മനസ്സിലാക്കണം, മാർക്കറ്റിന്റെ സൈക്കിൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്നതാണ് ഈ ഒരു 3 കാര്യം. രണ്ടാമതെന്ന് പറയുമ്പോൾ ഷെയ്ക്ക് ഔട്ട് എന്ന് പറയും, ഒരു വീക്ക് പ്ലേയേഴ്സിനെ. അതായത് ഇതൊരു ബ്രേക്ക് ഔട്ട് ലെവലാണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്ത് താഴത്തേക്കൊന്ന് വരും. അപ്പോൾ കുറേ അധികം ആൾക്കാർ വിചാരിക്കും മാർക്കറ്റ് തിരിഞ്ഞു, റെസിസ്റ്റൻസ് ആണല്ലോ എന്ന്. പക്ഷേ ഇത് വീക്ക് പ്ലേയേഴ്സിനെ ഷെയ്ക്ക് ചെയ്ത് കളയുക, എന്നിട്ട് ഒറ്റ ബ്രേക്ക് ആയിരിക്കും. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒറ്റയടിക്ക് പോകും. ആദ്യമേ റെസിസ്റ്റൻസ് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് ചെറുതായിട്ടും താഴുമ്പോഴത്തേക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങും, ഷോർട്ട് സെല്ല് ചെയ്യാൻ തുടങ്ങും കുറേ അധികം ആൾക്കാർ, റീറ്റെയിൽ ട്രേഡേഴ്സ്, റൈറ്റ്. നേരെ താഴത്തേക്ക് വരുമ്പോൾ പിന്നെ ഒറ്റൊരു ബ്രേക്ക് ഔട്ട് വരും. അത് നല്ലൊരു മൂവ്മെന്റ് വരാറുണ്ട്. അത് ജെന്യൂൻ ബ്രേക്ക് ഔട്ട് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട് പലപ്പോഴും. അതല്ല ബ്രേക്ക് ഔട്ട് ചെയ്ത് എന്നിട്ട് ചെറിയൊരു റീട്രേസ്മെന്റ് തരും. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പെട്ടെന്ന് റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ കുറേ അധികം ആൾക്കാർ വിചാരിക്കും ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്ന്. നേരെ എന്നിട്ട് താഴത്തോട്ട് വന്നിട്ട് ഒറ്റ മൂവ്മെന്റ് ആയിരിക്കും. അതാ നമ്മൾ ഇച്ചിരി പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് കുറേ പോകുന്നു എന്നൊക്കെ ഉള്ളത്. കാരണം ഇവരുടെ സ്ട്രോങ് അല്ല, വിഷൻ സ്ട്രോങ് അല്ല, വ്യൂ സ്ട്രോങ് അല്ല, കോൺഫിഡൻസ് ഇല്ല അവരെടുക്കുന്ന ട്രേഡിൽ. അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. എൻട്രി എടുത്ത് ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴത്തേക്ക് കൊണ്ട് പേടിച്ചിട്ട് ഇറങ്ങും. പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ അയ്യോ എൻ്റെ ശരിയായിരുന്നല്ലോ, നേരെ 100 ബൈ ചെയ്തേക്കാന്ന് വെച്ചാൽ ബൈ ചെയ്യും. നേരെ ബൈ ചെയ്യുന്നു, പിന്നെ ഒന്ന് റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ പിന്നെ തകർന്നു. അപ്പോൾ തന്നെ ഹ്യൂജ് ലോസിൽ എന്നത്തെ ദിവസം പിന്നെ ഇമോഷണൽ ട്രേഡിലോട്ട് പോകും, ഓവർ ട്രേഡിങ്ങിലോട്ട് പോകും, മൊത്തം ലോസിലായിരിക്കും വന്ന് ഇറങ്ങുന്നത്. ഈ ക്യാൻഡിൽസിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ക്യാൻഡിൽസ് കാണുമ്പോഴാണ് ഇത് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ക്യാൻഡിൽസ് കണ്ടിട്ട് അത് പെട്ടെന്ന് സ്റ്റഡി ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? നമ്മൾ ലേൺ ചെയ്യണം. പെട്ടെന്ന് ലേൺ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ബ്രേക്ക് ഔട്ട് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സെർട്ടൻ ലെവൽ വേറൊന്നുമല്ല. ഇപ്പം നമുക്കൊരു സെർട്ടൻ ലെവലുണ്ട്, പ്രൈസ് ഒരു പ്രാവശ്യം അവിടെ എത്തിയിട്ട് താഴത്തേക്ക് വന്നു, പിന്നീട് അതിനേക്കാളും മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ അത് അതിനേക്കാളും നല്ലൊരു പുഷ് തരും എന്നൊരു വിഷൻ നമുക്ക് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ നല്ല രീതിയിൽ ലേൺ ചെയ്യണം. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ വൃത്തിക്ക് ചെയ്യണം. കാരണം നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ലംസം എമൗണ്ട് ഇടുവാണല്ലോ, സോ അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത്. സ്വിംഗ് ട്രേഡിംഗ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഫണ്ടമെന്റലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
ഇല്ല. ബട്ട് എന്നാൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ടെക്നിക്കൽ പ്ലസ് ഫണ്ടമെന്റൽ ചെയ്യുന്നവരുണ്ട്. പ്രൈസ് ആക്ഷൻ പ്ലസ് ഫണ്ടമെന്റലൂടെ ചെക്ക് ചെയ്ത് കൂടുതൽ കൺഫർമേഷൻ ആണല്ലോ അവർക്ക്. സ്വിങ് ചെയ്യുന്നു, ഇന്നൊരു സ്റ്റോക്കിന് ഇന്ന പ്രൊജക്ട് സാങ്ഷൻ ആകാൻ പോവുകയാണ് അടുത്ത മാസം എന്ന രീതിയിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് സ്വിങ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ആഡ് ഓൺ ആകും, ഒരു കൺഫർമേഷൻ കൂടുകയാണ് അവർ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ഇല്ല പ്രൈസ് ആക്ഷനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സ്വിങ് ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയി പോയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ ബ്രോയ്ക്ക്? ഞാൻ പലപ്പോഴും ക്രിപ്റ്റോ 2021 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ച റിട്ടേൺ തരുമെന്ന്. ബട്ട് അത് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ 1 lakh ടച്ച് ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളെ ഫേമസ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ബിഗ് ബോയ് ക്രിപ്റ്റോ അവരൊക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ട് ലൈക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ട് ബെറ്റ് വെക്കുകയാണ്. ചിലരൊക്കെ ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു BTC അങ്ങോട്ട് തരുമെന്ന രീതിയിലൊക്കെ ബിറ്റ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടുകയാണല്ലോ ആ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നേരെ ഇടിഞ്ഞ് 17,000 രൂപ അല്ലെ $17,000 താഴെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് അത് 70,000 മുകളിൽ പോയിട്ടുള്ളത്. സോ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ റവന്യൂ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റോക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, അതേപോലെ ഫോറിൻ സ്റ്റോക്സ് ഉണ്ട്. ഇതേപോലെ തന്നെ വേറെയും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡിന്റെ കാര്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? എത്ര പെർസെൻറ്റേജ് ഏതിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ആക്ച്വലി നന്നായി? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോരുത്തർക്ക് റിസ്ക് എത്ര കൂടുതൽ എടുക്കാൻ പറ്റുമോ അത്രയും അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഒരു മിഡിൽ ക്ലാസ് ഗൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് സ്റ്റോക്കിൽ കൊണ്ട് ഡംപ് ചെയ്യാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15% റിട്ടേൺ ഇത് തരുന്നുണ്ട് നമുക്ക് ഓൾമോസ്റ്റ്. എല്ലാ സ്റ്റോക്കും തരുന്നില്ലല്ലോ, നമുക്ക് നെഗറ്റീവ് ആവാമല്ലോ. നിഫ്റ്റി അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഓൾമോസ്റ്റ് 12 to 15% റിട്ടേൺ നമുക്ക് അത്യാവശ്യം തരുന്നുണ്ട്. എല്ലാം തരുന്നില്ല, ഡെഫിനറ്റ്ലി ശരി തന്നെയാണ്. എല്ലാം തന്നെ നമുക്ക് അതിൽ കൂടുതൽ റിട്ടേൺ ആയിപ്പോയേനെ. സോ അതിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല റിട്ടേൺസ് തരുന്ന SIPസിലോട്ടോ മ്യൂച്വൽ ഫണ്ട്സിലോട്ടോ നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റും. ഒന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നമ്മൾ ബാക്കിലോട്ട് എടുത്ത് ചെയ്ത് നോക്കിയാൽ 5 year ആകാം 10 year ആകാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിട്ടേൺ തന്നിട്ടുള്ളത് ഗോൾഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് ബോൺസിലോട്ടോ ഇല്ലെങ്കിൽ ഗോൾഡിലോട്ട് ഡയറക്റ്റ്ലി ലിക്വിഡ് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ലിക്വിഡ് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു 1 ലക്ഷം രൂപ ഗോൾഡ് നമ്മുടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നമുക്ക് കൊണ്ട് പ്ലെഡ്ജ് ചെയ്യാം, കൊണ്ട് പണയം വെക്കാവുന്നതാണ്. നമുക്കത് കഴിഞ്ഞിട്ട് തിരിച്ച് പയ്യെ അടച്ച് നമുക്ക് എടുത്താൽ മതി. നമ്മുടെ കൈ സ്റ്റിൽ അതുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ച ബൈ പ്രൈസ് മൈറ്റ് ബി 50,000 രൂപയായിരിക്കാം, അല്ലെങ്കിൽ 75,000 രൂപയായിരിക്കും. പിന്നീട് 2-3 വർഷം കഴിയുമ്പോൾ ഒന്നല്ല അതിന് 1.5 ലക്ഷം ആയി കാണും. സോ തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം പ്ലെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. സ്റ്റോക്സും നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. സ്റ്റോക്സ് നമുക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ബെറ്റർ ആയിട്ട് അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകളാണെങ്കിൽ നമുക്കൊരു 60% to 80% പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലെറ്റ്സ് സേ റിലയൻസിൽ ആണെങ്കിൽ നമുക്കൊരു 70,000 രൂപ അല്ലെങ്കിൽ 80,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വേറെ ക്യാപിറ്റൽ വേണ്ട, അത് പ്ലെഡ്ജ് ചെയ്തിട്ട് നമുക്ക് പറ്റും. ആ ബ്രോക്കറിൽ തന്നെ നമുക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് പറ്റും. സോ സ്റ്റോക്ക് ഫസ്റ്റ് നല്ലതാണ്. ദെൻ ലെറ്റ്സ് അത് സ്റ്റോക്കിനകത്ത് തന്നെ SIPs ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, സ്റ്റോക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇച്ചിരിമ്പോൾ പറഞ്ഞല്ലോ എല്ലാം ഗ്രോത്ത് തരുന്നില്ലല്ലോ എന്നുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നല്ല രീതിയിൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യും. റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ നമുക്ക് നല്ലൊരു ബബിളായിട്ടിരിക്കുവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പറയാനായിട്ടാണെങ്കിൽ. ബട്ട് എന്നാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഓരോ പർട്ടിക്കുലർ ഏരിയ അനുസരിച്ചിരിക്കും. ചില ഏരിയയിലൊക്കെ ഫാസ്റ്റ് ഗ്രോത്ത് വരുന്നുണ്ട്, ഗ്രോത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെയും പ്രൈസ് നന്നായിട്ട് കൂടുന്നുണ്ട്. ബട്ട് ഒട്ടും തന്നെ വിലയില്ല, ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കാം 10 വർഷം കഴിഞ്ഞ് കൂടുമെന്ന രീതിയിലാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യും. ഡെഫിനറ്റ്ലി അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 10 വർഷം മുമ്പ് ഒരാൾ ഹൈവേയുടെ സൈഡിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, 10 വർഷം മുമ്പ് ഒരാൾ ഒരു കാട്ടുമുക്കിലാണ് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ വലിയ വ്യത്യാസം. ആ കാട്ട് സ്ഥലത്ത് നിന്ന് ആ ഒരു കാടിൻ്റെ സ്ഥലത്ത് വാങ്ങിച്ചതിൽ വലിയൊരു പ്രൈസ് ഗ്രോത്ത് വരത്തില്ല. പക്ഷേ ഇവിടെയോ ഹ്യൂജ് ഗ്രോത്ത് വന്നു കാണും ലാസ്റ്റ് ഒരു 10 വർഷം കൊണ്ട്, ഇല്ലേ? അപ്പം അതും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. നമ്മളത് കൺസിഡർ ചെയ്യും എവിടെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ റീസെന്റ് കണ്ട ഒരു പോഡ്കാസ്റ്റിൽ നമ്മളെ റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ റോബർട്ട് കിയോസാക്കി ഉണ്ടല്ലോ, പുള്ളി ഈ ക്രിപ്റ്റോനെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ബാഡായിട്ട് പറയുന്ന രീതി കണ്ടു. റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഗ്രാൻഡ് കാർഡോണിന്റെ കേസാണെന്നുണ്ടെങ്കിലും പുള്ളി റെന്റൽ പ്രോപ്പർട്ടീസ് എന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് Airbnb ബിസിനസ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അതും ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിനേക്കാളും റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും ഏതിലാണേലും ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റോക്കിനേക്കാളും റിസൾട്ട് ജനറേറ്റ് ആവുന്നത്. എല്ലാവരും വന്ന് ട്രേഡർ ആകുക, എല്ലാവരും വന്ന് ഇൻവെസ്റ്റർ ആകാനായിട്ട് പറയുന്നില്ല. അവർക്ക് പാഷനായിട്ടുള്ള ഏത് ഫീൽഡാണോ അതിൽ 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നിന്നല്ല ഇല്ല ക്രിപ്റ്റോയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും റിസൾട്ട് അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ പറഞ്ഞു ഗ്രാൻഡ് ഗാർഡൻ അവർ ജനറേറ്റ് ചെയ്ത എവിടെ? റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ്, സ്റ്റോക്കിൽ നിന്നല്ല. അവർ അവരുടെ ഫീൽഡിൽ സോർട്ട് ഔട്ടായി. എന്നാൽ സ്റ്റോക്കിൽ നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട്.
ലെറ്റ്സ് ഇപ്പോൾ വിജയ് കേഡിയ, രാകേഷ് ജുൻജുൻവാല, വാറൻ ബഫറ്റ്, ഇവരൊക്കെ അവരുടെ ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തു. ആ ഏത് ഫീൽഡാണ് ഇപ്പോൾ ലെറ്റ്സ് ഒരാൾ ഡിസൈനർ ആണെങ്കിൽ ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് ഡിസൈനർ ആരായിരിക്കും, അവർ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇലോൺ മാസ്ക് ഇൻവെസ്റ്റർ കം വാട്ടോ ബിറ്റീസ്, ബട്ട് എന്നാൽ ആളെ നമ്മൾ അറിയുന്നത് ഒരു ഓൺട്രപ്രീനിയർ, ഒരു ബിസിനസ് മാൻ എന്ന രീതിയിലാണ് നമ്മൾ അറിയുന്നത്. സോ നമ്മൾ ചെയ്യുന്ന ഫീൽഡിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് 100% എഫോർട്ട് ഇട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബ്രോ, ഹൗ ഇമ്പോർട്ടൻറ്റ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്? നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എത്ര റേസ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രോഫിറ്റ് വേണമെന്ന് ആഗ്രഹിച്ചാണോ മാർക്കറ്റ് വരുന്നത്, അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വ്യൂ ഒരിക്കലും മാർക്കറ്റ് ശരിയാണെന്ന് നിർബന്ധമില്ല. 100% എപ്പോഴും ശരിയാണെന്ന് ഒരു നിർബന്ധമില്ല. തിരിഞ്ഞിരിക്കും. അത് തിരിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ലോസേ വരാവുള്ളൂ. ചെറിയ ലോസസും വലിയ പ്രോഫിറ്റ്സും ആയിരിക്കണം മാർക്കറ്റിൽ നമ്മൾ എയിം ചെയ്യുന്നത്. ബട്ട് എന്നാൽ മജോറിറ്റി ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല. എപ്പോഴും തിരിച്ച് കയറിക്കോളും, ഇച്ചിരി വ്യൂ കിട്ടും, ഇച്ചിരി പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും ലാസ്റ്റ് വാഷ് ഔട്ട് ആയിട്ടായിരിക്കും മജോറിറ്റി ആൾക്കാർ ഇറങ്ങുന്നത്. സോ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇച്ചിരി പറഞ്ഞ പോലെ ഇറങ്ങാൻ അറിയത്തില്ല, ഇച്ചിരി ടാർഗറ്റ് എത്തിക്കാണും, ബട്ട് മജോറിറ്റി ആൾക്കാർ ഇറങ്ങത്തില്ല, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഇച്ചിരൂടെ കയറട്ടെ, സം മണി എന്നൊരു കോൺസെപ്റ്റ് വരും അവിടെ. അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ തിരിച്ച് പുറകിലോട്ട് വലിച്ച് സീറോയിൽ കൊണ്ടിടാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഇതാണ് സൈക്കോളജി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഈ ഓവർ ട്രേഡിങ്, ഈ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ കൂടുതൽ പുഷ് ചെയ്ത് ഇൻജെക്ട് ചെയ്ത് തരുന്നുണ്ട്. എങ്ങനെ ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതല്ല. ശരിക്കും ആക്ച്വലി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിൽ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. അതായത് ഇവർ വലിയ രീതിയിൽ ഒരു സ്റ്റോക്ക് വാങ്ങുകയും ചില സമയത്ത് അവർ വലിയ രീതിയിൽ സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും അവരുടെ ഒരു മെത്തേഡ് കോപ്പി ചെയ്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും. ബട്ട് എന്നാൽ അത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കുറേ അധികം അക്കാഡമീസോ സംതിങ് അവർ യൂസ് ചെയ്തൊരു മെത്തേഡ് മാത്രമാണ് കുറേ അധികം സ്റ്റുഡൻസിനെ പിടിക്കാനായിട്ട്. ലെറ്റ്സ് ഇപ്പോൾ ബ്രോയ്ക്ക് ഒരു കമ്പനി ഉണ്ട്, ബെസ്റ്റാണ്, ലെറ്റ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. ഈ സെയിം മെത്തേഡ് ബ്രോ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ്, സെയിം സ്ട്രാറ്റജി ബാക്കിയുള്ള കമ്പനീസ് എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ബ്രോ ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യത്തില്ലേ, പുതിയൊരു മെത്തഡോളജിയിലോട്ട് പോകത്തില്ലേ? ഇത് തന്നെയുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൂവ്മെൻറ്റ് ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ മാറ്റും. കിട്ടുന്നതിന് മുമ്പ് അവർ മാറ്റിക്കൊണ്ടിരിക്കും, അവർ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി. സോ അതൊക്കെ പറയുന്നത് ചുമ്മാ ബ്ലഫാണെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അവരുടെ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റും? അവർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ ശരിക്കും ആക്ച്വലി ഇപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഏത് രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്? മാർക്കറ്റ് ഇടിയാണോ, അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ്, ഒരു ബൂമാണോ ചാൻസ് ഉള്ളത്? പല രീതിയിലുണ്ട്. ഇപ്പം കണ്ടിന്യൂ ചെയ്യും, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ രാജ്യത്തിന്റെ എക്കണോമിക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, പ്രീവിയസ് ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഫോർവേഡ് കാണാം. പക്ഷെ അവിടെ ഒരു കാര്യം നിൽക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒരു ലാസ്റ്റ് 6 monthsോളായിട്ട് നമ്മൾ കാണുന്നുണ്ട് 20-30% പുഷ് തന്നിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പം അതിനൊരു സ്റ്റെബിലിറ്റി വേണമല്ലോ. ചുമ്മാ വിട്ട പോലെ ഹ്യൂജ് ഇറക്കം വരണമല്ലോ. കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ടോട്ടൽ ഓവർവ്യൂവിൽ. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ അനുബന്ധിച്ചിട്ട് പബ്ലിക് സെക്ടർ ഓഹരികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ്. പബ്ലിക് സെക്ടർ ഓഹരികളിലൊക്കെ വലിയ രീതിയിൽ എന്താകുന്നുണ്ട്, ഇലക്ഷനനുബന്ധിച്ചിട്ട് വലിയ രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിഞ്ഞിട്ട് അത് ബിയറിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇതിന്റെ പിന്നിലെ ഒരു സൈക്കോളജി നോക്കിയപ്പം ഇലക്ഷനനുബന്ധിച്ചിട്ട് പാർട്ടികൾ വലിയ രീതിയിൽ എന്താകുന്നു അനൗൺസ് ചെയ്തു, സെക്ടറിൽ ഞങ്ങൾ ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരും, റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതൊക്കെ വെറും വാഗ്ദാനങ്ങളായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, പതിയെ മൈൻഡ് സെറ്റ് മാറി സ്റ്റോക്ക് സെല് ചെയ്ത് തുടങ്ങും. ഗ്രാജുവലി സ്റ്റോക്കിന്റെ വില ഇടിയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ മാർക്കറ്റ് ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി നല്ലൊരു റാലി തരാൻ പ്രോബിലിറ്റി ഉണ്ട്. അതേസമയം തിരികെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോള് കാണാൻ ചാൻസ് ഉണ്ട്. തിരിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഹ്യൂജ് ഫോള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ മിനിമം CAGRന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ FD ആയിരിക്കില്ലേ, FD, ഡെറ്റ്, സ്റ്റോക്ക്, അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആവറേജ് നമ്മൾ ഏത് ലെവൽ ഓഫ് CAGR ഉണ്ടാവുന്നതായിരിക്കും? എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട്, ഫ്രണ്ട് കം ലൈക്ക് എൻ്റെ റിലേറ്റീവ് ആയിരുന്നു. ആള് ഇതുപോലെ റിട്ടയർഡായി, ഗവൺമെൻറ് ജോബിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പോസ്റ്റിനായിരുന്നു, അവിടുന്ന് റിട്ടയറായി. അപ്പോഴത്തേക്ക് ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കയ്യിൽ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു FD ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന ബാങ്കിലാണെന്ന് പറഞ്ഞു, ആക്സിസ് ബാങ്കിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്യ്, ആ FD എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്തിനാണ് FD അവിടെ ഇട്ടത്? ഇത്രയും ഹാർഡ് എൻഡ് ആയിട്ടുള്ള എമൗണ്ട്, ആ ഒരു മണി നമ്മൾ അവിടെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചേക്ക്. ആക്സിസ് ബാങ്ക് ലാസ്റ്റ് 5 വർഷം കൊണ്ട് തന്ന റിട്ടേൺ 100% പ്ലസ് ആണ്.
അതിൻ്റെ FD ഇട്ടിരുന്നെങ്കിലോ 5 വർഷം കൊണ്ട് 5%, 25% കിട്ടത്തുള്ളൂ മാക്സിമം. പക്ഷേ ഐ തിങ്ക് ലൈക്ക് 180+% ഉണ്ടായിരുന്നു ആക്സിസ് ബാങ്കിന് 5 വർഷം കൊണ്ട് റിട്ടേൺ തന്നത്. റോവിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ബ്രോക്കർ അക്കൗണ്ട്, സ്റ്റോക്ക് ബ്രോക്കർ അക്കൗണ്ട് ഏതാണ്? ഞാൻ സിറോദ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അപ്സ്റ്റോക്സും കുഴപ്പമില്ല. ദെൻ ട്രേഡ് ജീനി കുഴപ്പമില്ല. ദെൻ ആലീസ് ബ്ലൂ കുഴപ്പമില്ല. ഈ ഒരു 4 അത്യാവശ്യം. പിന്നെ ദൻ ബ്രോക്കറേജ് ഫീസ് ഇതിൽ ഏറ്റവും ലോ ആയത്? ഇത് ഓൾമോസ്റ്റ് എല്ലാം ഡിസ്കൗണ്ട്. ഐ തിങ്ക് ലൈക്ക് ആലീസ് ബ്ലൂവിൽ കുറവാന്ന് തോന്നുന്നു, 15 സംതിങ് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ബ്രോക്കറേജ് ഫീസ് ഒന്നും കാര്യം നോക്കണമെന്നില്ലെന്നേ, കാരണം നമ്മൾ ഇച്ചിരി എമൗണ്ട് കൊടുക്കുന്നേ, കൈ നനയാതെ മീൻ പിടിക്കാനായിട്ട് എല്ലാവരും നോക്കുന്നത്. അതിനനുസരിച്ചുള്ള സർവീസും ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ചില ബ്രോക്കർ എനിക്കറിയാം, നമ്മൾ വിചാരിച്ച സമയത്ത് അയക്കില്ല നമ്മളെ ട്രേഡ്. അതെ, അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്, ചില ബ്രോക്കേഴ്സ് പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് റീസെന്റ് ആയിട്ട് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ 120 ബൈ കൊടുത്തിട്ട് നടന്നത് 150 30 പോയിന്റ്സ് മൊമെന്റം നടന്നു അവിടെ. ഞാൻ ബൈ ചെയ്യാൻ കൊടുത്തത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അത് ഓൾമോസ്റ്റ് ലൈക്ക് 150 സെറോദയാന്ന് തോന്നുന്നു റീസെന്റ് എന്തോ ഒരു അപ്പോളജീസ് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ സിറോദയ്ക്ക്. അത് എല്ലാത്തിനകത്ത് നടക്കുന്ന ഗ്ലിച്ചുകളാണ്, എല്ലാത്തിനും വരുന്നുണ്ട്. സിറോദോ അത്യാവശ്യം കുഴപ്പമില്ല. ദെൻ ഞാൻ പറഞ്ഞ പോലെ അപ്സ്റ്റോക്ക് കുഴപ്പമില്ല, അലീസ് ബ്ലൂ കുഴപ്പമില്ല, ട്രേജീനി കുഴപ്പമില്ല, ദൻ 5S ഇത്രയും കുഴപ്പമില്ല. ചിലർ ഈ 20 രൂപ പോലും കളയാനായിട്ട് താല്പര്യമില്ലാതെ പോയിട്ട് സീറോ ബ്രോക്കിങ്ങിൽ പോകും. അപ്പൊ അവർ അതിനുപോലുള്ള ഫെസിലിറ്റീസ് ഇല്ല, തരില്ല, നടക്കില്ല. നമ്മൾ ഇപ്പൊ യൂട്യൂബ് വന്നു, ഇൻസ്റ്റാഗ്രാം വന്നു. യൂട്യൂബ് വന്നപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന സമയത്ത് ആളുകൾ ചോദിച്ചു തുടങ്ങി, എന്താണ് നിനക്ക് വേറെ പണിയില്ല, യൂട്യൂബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുക. പക്ഷെ ഗ്രാജുവലി യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൊഫഷനായിട്ട് മാറി. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞത് ഒരു പ്രൊഫഷനായിട്ട് മാറി. കുറച്ച് കാലങ്ങൾക്കാലം ഇപ്പോൾ ഓൾറെഡി ആണ്, പക്ഷെ ട്രേഡിംഗ് ആസ് എ പ്രൊഫഷനായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊരു വലിയൊരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ, കേരളത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു 10% ആളുകൾ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ. ഒരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ബ്രോ ഒരു വലിയ ബൂം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് നമ്മുടെ വാട്ട് ലൈക്ക് സർക്കിളിന്റെ പ്രശ്നമാണ്. ഞാൻ BScയിൽ ലാസ്റ്റ് മന്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ ഫ്രണ്ടിൽ ദലാൽ സ്ട്രീറ്റിൽ അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എല്ലാവരും ഒരു സെക്കൻഡ് സ്റ്റക്കാവുന്നുണ്ട്. മജോറിറ്റി ആൾക്കാർ സ്റ്റക്കായിട്ട് ഇങ്ങനെ നോക്കും, ഫുൾ ഡേറ്റാസ് കാര്യമെല്ലാം നോക്കിയിട്ട് ചുമ്മാ നടന്നു പോകും. ആൻഡ് ഓൾസോ അവിടെ വന്ന് നിൽക്കുന്ന ട്രേഡ് ചെയ്യുന്നത് ലേശം നമ്മുടെ ഇവിടെയൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മജോറിറ്റി ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറയുന്നത് എന്താ, ഉടായിപ്പ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, പൈസ പോകും, ഇതാണ് ഇവർ പറയാൻ പോകുന്നത്. ബട്ട് എന്നാൽ അവിടെ വരുന്ന മജോറിറ്റി ആൾക്കാരും ലെറ്റ്സ് സേ 60+ ഏജിലുള്ളവരാ. അവിടെ വന്ന് ദലാസ്ട്രീറ്റിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടല്ലോ അവരും. പക്ഷെ പുലികൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ആക്ച്വലി കേരളത്തില് ഇവിടെ നിന്നൊക്കെ പണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ടാക്സിയില് അന്ന് സ്റ്റോക്ക് നമ്മുടെ ഈ ഒരു ടാക്സിയിൽ അവിടെ പോയിട്ട് വലിയ വലിയ പെട്ടികളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്ന് മേടിച്ച് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കഥകൾ. അത് ഈ അടുത്ത കാലത്ത് എന്തോ സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, പുള്ളി ഇയാളുടെ മുത്തശ്ശനെ എന്താണ്ട് വാങ്ങി വെച്ചൊരു ഇത് കിട്ടിയും ഫിസിക്കൽ ഫോം കിട്ടി. അത് നോക്കുന്ന സമയത്ത് അന്ന് എന്തോ 200 രൂപീസിന് വാങ്ങി, ഇപ്പൊ 4 lakh സംതിങ് ആയി എന്ന രീതിയിൽ. അതെ ഹ്യൂജ് ഉണ്ട്. ഐ തിങ്ക് ലൈക്ക് CNBC-യിൽ ഒരു ലൈവ് ന്യൂസ് പോകുന്നുണ്ടല്ലോ, ആ ടൈമിൽ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന ഷെയർ ഇരിപ്പുണ്ട്, ഇത്ര ഫിസിക്കൽ ഫോമാണ് കയ്യിലുള്ള. ഐ തിങ്ക് ഇപ്പോഴും സ്റ്റിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് ആ ഒരു വീഡിയോ കട്ട്. അത് ആക്ച്വലി പറയും ഇത്ര സംഭവം ഷെയർ ഉണ്ട്. അപ്പോൾ അവർ പറയാം എത്ര ഉണ്ട്, ഇത്ര എന്ന് പറയാം. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇത്ര കോടി രൂപ. ഇപ്പോൾ ആക്ച്വലി പുള്ളിക്കറിയില്ലായിരുന്നു, എന്തോ അവരെ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാ ഇത് എത്ര ഉണ്ടെന്നുള്ളത്. ഇതുപോലെ എനിക്കൊരു ഇൻസിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മദർ, അവരെങ്ങാണ്ട് അവരുടെ കല്യാണ സമയത്ത് വാങ്ങിച്ചത് 1995 സംതിങ് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത, ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനെപ്പറ്റി അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് എന്തോ നോട്ടീസ് വരുന്നുണ്ടായിരുന്നു, ഇതിൽ നിന്ന് ബ്രോക്കറേജിൽ നിന്ന് നോട്ടീസ് വരുന്നുണ്ടായിരുന്നു. ഡിവിഡൻഡിന്റെ ഇതിന്റെ അത് ഫിസിക്കൽ ഫോമാണ്, കറന്റ് സ്റ്റിൽ ഇത് കിടക്കുന്നത്, ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് സംഭവം വരുന്നുണ്ടായിരുന്നു ഇതിന്റെ. ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈക്ക് അത് 10 or 15 lakh എങ്ങാണ്ട് കിടപ്പാണ്. അന്ന് ചെറിയൊരു എമൗണ്ട് ഇട്ട്, വളരെ കുഞ്ഞു എമൗണ്ട്, ചുമ്മാതെ എന്തിൻ്റെയോ അവർക്ക് ബിസിനസ് ആണ്, ചുമ്മാതെ എന്തിൻ്റെയോ പേരിൽ ഇട്ടതാ. അത് 10, 15 or 20 lakhs റേഞ്ചിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാതെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യമാണ് അത്. ഒരു സജഷൻ ചോദിക്കട്ടെ, നമ്മൾ ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്കുകളുണ്ട്, ഡിവിഡൻഡ് കൊടുക്കാത്ത സ്റ്റോക്കുകളുണ്ട്. ഇപ്പം റീസെന്റ് നമ്മുടെ ആസാദ് മൂബിന്റെ ആസ്റ്റർ മിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആസ്റ്ററിന്റെ അവർ ശരിക്കും അവരുടെ 400 ആ റേഞ്ചിലാണ് അവരുടെ സ്റ്റോക്ക് പ്രൈസ്. പക്ഷെ അവരിപ്പോ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 120 rupees. അതായത് അതിന്റെ ഒരു 25% ആക്ച്വലി. അപ്പം ഇത് ശരിക്കും ബെറ്റർ അല്ലേ ശരിക്കും ഇത്രയും ഒരു ഡിവിഡൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? അതെ തീർച്ചയായിട്ടും. പക്ഷെ എന്നാൽ നമുക്ക് അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കുമല്ലോ. ചിലവർക്ക് അത്രയും എമൗണ്ട് അത്രയും പർട്ടിക്കുലർ ലൈക്ക് ഡ്യൂറേഷനോട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു 3 years ഒരാൾ നോക്കുമ്പോൾ ഒരു 3 years 5 years ആയി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. പറ്റുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ഫൈൻ, ഇൻവെസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കാം. ഇച്ചിരി ടെൻഷൻ കുറവാണ്. ട്രേഡേഴ്സിന് നല്ല ടെൻഷനാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഒന്നുകൂടെ കൂടുതലാണ്.
സ്കാൽപ്പേഴ്സിന് ഒന്നുകൂടെ കൂടുതലാണ്. ഓക്കെ, ഞാൻ അതിന്റെ ഒരു കല്ലുകടി കണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രോ, ഇപ്പം ഈ 400 റുപ്പീസിന്റെ ഷെയർ വാങ്ങിയിട്ടുള്ള ഒരാള് അയാൾക്ക് 100 റുപ്പീസ് അയാൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നു. പക്ഷേ ഈ 100 റുപ്പീസ് ഡിവിഡൻഡ് ആയി കിട്ടുന്ന ആ സമയത്ത് ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഇടിയുണ്ട്. അപ്പൊ ശരിക്കും അത് ഈക്വൽ ആവുകയല്ലേ ചെയ്യുന്നത്? ഡിവിഡൻഡ് അൾട്ടിമേറ്റ്ലി നഷ്ടമാണെന്നാണ്. നഷ്ടമല്ല ശരിക്കും. പക്ഷെ അയാൾ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുവാണെങ്കിലോ അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ശരിക്കും. ലോങ് ടൈമിലോട്ട് നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർബായിട്ട് അത് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയോണ്ട് ഇറങ്ങി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പീസ് ഓഫ് കേക്കിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലാക്കി അതല്ല, ആ ഒരു ഓൾ കേക്ക് ഞങ്ങൾക്ക് ഇനി ക്യാച്ച് ചെയ്യണം, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, MRF എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 lakh. പക്ഷെ അവരിപ്പം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 റുപ്പീസ്. അത് ഡിപ്പെൻഡ് ചെയ്യും, അത് ഓരോ കമ്പനിയുടെ ബേസിസിലാണല്ലോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞത് ആ ഒരു ഫോള് വരുമ്പോഴത്തേക്ക് ഇറങ്ങാതെ പിടിച്ച് നിൽക്കുന്നവർക്ക് റിസൾട്ട് ജനറേറ്റ്. അതാണ് ഞാൻ ഇച്ചിരി പറഞ്ഞത് എൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ്. ലോസ് വന്നു, പിന്നെ അന്ന് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടുകൊണ്ട് ഇറങ്ങി, പിന്നെ മനസ്സിലാക്കി. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, 15 ലക്ഷം രൂപ 18 ലക്ഷം രൂപ നിന്നത് 4 മാസം 5 മാസം കൊണ്ട് 45 ലക്ഷം രൂപയായി വാല്യൂ, ഒരെണ്ണത്തിന്റെ വാല്യൂ. അന്ന് ഞങ്ങൾ അറൗണ്ട് അത്യാവശ്യം കൗണ്ട് ഉണ്ടായിരുന്നു BTC കയ്യിൽ. ബ്രോ ഇപ്പോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ, സെൽഫ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ, യൂട്യൂബ്, എന്തും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരാൾ ഒരു മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാൾ ഒരു സെൽഫ് ലേണിംഗ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു അക്കാദമിയിലേക്ക് പോയി പഠിക്കുന്നതാണോ, ഏതാണ് ബെറ്റർ? സോ നമുക്ക് 2 രീതി പഠിക്കാൻ പറ്റും. പറഞ്ഞാൽ സെൽഫ് ലേൺ ചെയ്യാനും പറ്റും, ഒരു അക്കാഡമി പോയി പഠിക്കാനും പറ്റും. സെൽഫ് ലേൺ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം ക്യാഷ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കളയേണ്ടി വരും. വേറെ ഒന്നുമില്ല, നമ്മൾ തെറ്റുകൾ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് എൻ്റെ 13ാമത്തെ ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. 12 ഫെയിലിയർ ആയതിൻ്റെ മെയിൻ റീസൺ എനിക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ആളില്ലായിരുന്നു, ബിസിനസ്സിൽ ഗൈഡ് ചെയ്യാനായിട്ട് ആളില്ലായിരുന്നു. പിന്നീട് ഞാൻ ഈ 12 ഉണ്ടാക്കിയ മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആ ടൈമിൽ തന്നെ ഹ്യൂജ് ലാക്സ് ആൻഡ് ലാക്സ് ഞാൻ ലോസസിൽ വന്ന് നിർത്തുന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സെൽഫ് ലേൺ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു പ്രശ്നം വരും, ഗൈഡ് ചെയ്യാനായിട്ട് ആളില്ല. അയാൾ തെറ്റ് ചെയ്യുമ്പോൾ ഇത് തെറ്റാണ്, ഇത് നമ്മൾ ഈ വഴി പോവുകയും ചെയ്യരുത്, ഇതാണ് ശരി എന്ന് പറഞ്ഞു തരാനായിട്ട് ആൾ കാണത്തില്ല. ബട്ട് എന്നാൽ അക്കാഡമിയിലോട്ട് വരുമ്പോഴത്തേക്ക് കൂടെ നിന്ന്, ഇപ്പോൾ നമ്മുടെ തന്നെ അക്കാഡമി എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 24/7 ഇവർ പഠിക്കുന്ന ആളുകൾ ഫുൾ 24/7 സപ്പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല ലൈഫ് ലോങ് സപ്പോർട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആകാം. ഇപ്പോൾ നമ്മൾ മെൻറ്റേഴ്സ് മാത്രമായിരിക്കില്ല, അവിടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ കാണും. കൂടെ പഠിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് അക്കാഡമിയിൽ. സോ നമ്മൾ രാവിലെ ട്രേഡ്, ഇപ്പോൾ ലൈവ് ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ കൂടെ നിന്ന് ഒരുമിച്ച് റേഡിയോയും കൂടെയാണ്. ലൈവ് മാർക്കറ്റിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന്. ഓഫ് മാർക്കറ്റിൽ ആർക്ക് വേണേൽ വന്നിട്ട് പറയാം, ഓക്കെ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ വരെ പോയിട്ടുണ്ട്, നമ്മൾ ട്രേഡ് സംഭവം എടുത്തിട്ടുണ്ടായിരുന്നൊക്കെ. ബട്ട് എന്നാൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ കൂടിരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇവിടം വരെ ആയിട്ടുണ്ട്, സോ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം, ഇവിടം വരെ പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്, ഇത് എൻ്റെ വ്യൂ ആണെന്നെല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുമിച്ചിരുന്ന് ചെയ്യുമല്ലേ, ഒറ്റയ്ക്കിരുന്നല്ല ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം കോഴ്സിൽ വരുന്ന ഒരാൾക്ക് പേപ്പർ ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ നേരെ മാർക്കറ്റിലേക്ക് ഇറക്കുക, എങ്ങനെയാണ് ചെയ്യാറ്? ഡെമോ ട്രേഡിംഗ് നമ്മൾ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മൾ ഡെമോ അക്കൗണ്ട്സ് വെച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇമോഷൻസ് വരത്തില്ല. സോ ഇമോഷൻസ് വരുത്താനായിട്ട് വേറെ ഒന്നും വരാം, 500 കിട്ടണം പറയും. 500 ട്രേഡ് ചെയ്യും, ബൈ ചെയ്യാൻ പോയി പഠിക്കണം. ബട്ട് എന്നാൽ പോകുന്ന അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി എന്തൊക്കെ കോഴ്സസിലാണ് ഒരു ബിഗിനറിനെ എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് നിങ്ങളുടെ ഓഫറിങ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക്സ് ഫുള്ള് കവർ ചെയ്ത് തരും. അതായത് കാരണം ഒന്നും അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ വേണം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് നേരെ ടെക്നിക്കൽ അനാലിസിസിലോട്ട് പോകും. അതായത് ഈ ക്യാൻഡിൽസും ചാർട്ട്സും എന്താണെന്നും ഇത് മൂവ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സ്ട്രാറ്റജീസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തീരത്തില്ല. അത് കാരണം ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റിൽ തന്നെ നമ്മൾ സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഒരാൾ എൻട്രി എടുക്കുക, ഫസ്റ്റ് മാർക്കറ്റിൽ ഒരാൾ എൻട്രി എടുക്കുമ്പോൾ അയാൾക്ക് പേടിയാണ്. കാരണം ഒരു 1 രൂപ 2 രൂപ 10 രൂപ നെഗറ്റീവ് കണ്ടാൽ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ അത് ആ ഒരു ഫിയറിനെ മാറ്റാനായിട്ട് നമ്മൾ അവരെ കൂടുതൽ കൂടെ നിന്ന് സൈക്കോളജിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേറ്റർ ഓൺ പ്രൈസ് ആക്ഷനിലോട്ട് ജമ്പ് ചെയ്യും. അവരെയാണ് നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളിൽ എൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം ഞാൻ ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 7+ ഇയേഴ്സ് ഞാൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അവിടെ മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇവർ ഈ മിസ്റ്റേക്സുകൾ ജനറേറ്റ് ചെയ്യേണ്ട. ഞാൻ പഠിച്ചു വന്ന് ട്രേഡ് ചെയ്ത് ആ ഒരു സെർട്ടൻ ടൈമിൽ ഉണ്ടാക്കിയ മിസ്റ്റേക്കുകളൊന്നും ഇവരുണ്ടാക്കേണ്ടി വരത്തില്ല. കാരണം മജോറിറ്റി ട്രേഡേഴ്സ് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ സെയിം. ഓവർ ട്രേഡിങ്, ഇമോഷണൽ ട്രേഡിങ്, ദെൻ ലൈക്ക് റിവെഞ്ച് ട്രേഡിങ്, ലോസസ് ജനറേറ്റ് ചെയ്യും, വാഷ് ഔട്ട് ആകും. ദെൻ ലൈക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ റിവേഴ്സ് ആകുന്നു, ഇല്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് പോകുന്നു. ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള തെറ്റുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരാൾ വരാൻ പോകുന്നത്. ദെൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഞാൻ കൂടുതൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് ചെയ്യുന്നത്, എസ്പെഷ്യലി സ്റ്റോക്ക് ഓപ്ഷൻസിലാണ്. സോ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ കൂടെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് റീഫണ്ട് പോളിസി തന്നെയാണ്. കാരണം
കാരണം ഒരാൾ പഠിക്കാൻ വന്നിട്ട് അയാൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 ദിവസം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അയാൾക്ക് പറയാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട എന്ന്. ടൈപ്സ് ഓഫ് കോഴ്സസ് പോകുമ്പോൾ എന്തൊക്കെ ടൈപ്പ് കോഴ്സസ്? ടെക്നിക്കൽ അനാലിസിസ്. കോഴ്സിന്റെ നെയിമും അതിന്റെ പ്രൈസും എങ്ങനെയാണ്? ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ടോട്ടൽ കോഴ്സ് വരുന്നത് 20,000 ആണ്, പ്ലസ് GST വരുന്നുണ്ട്. ഒറ്റ കോഴ്സ് ആണോ നിങ്ങൾ സെല് ചെയ്യുന്നത്, അല്ല മൾട്ടിപ്പിൾ കോഴ്സസ് ഉണ്ടോ? സിംഗിൾ കോഴ്സ്, ഒറ്റ കോഴ്സ്. ഓക്കെ. ഇത് തന്നെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും 3 ഫേസ് ആയിട്ട്: ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ അറ്റ് എ ടൈം 20,000 പേ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം. 5,000, then 7.5, then 7.5. ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. ഓഫ്ലൈന് 30,000 പ്ലസ് GST ആണ് വരുന്നത്. അല്ലാത്ത പക്ഷം ഓൺലൈൻ ഉണ്ട്. അത് 2 months ആയിരിക്കും നമുക്ക് കോഴ്സ് വരുന്നത്. 2 to 3 months ആയിരിക്കും നമുക്ക് കോഴ്സ് വരുന്നത്. അതും ജസ്റ്റ് ലൈക്ക് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ രാത്രി 9 മണി മുതൽ 11 മണി വരെയാണ് സെഷൻസ് ഉള്ളത്. ഞാൻ തന്നെയാണ് സെഷൻസ് എല്ലാം എടുക്കാറുള്ളത്. ഇപ്പം ഇൻ കേസ് ആ ഒരു ടൈമിൽ ആർക്കും വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡിംഗ് കിട്ടും. എല്ലാവർക്കും റെക്കോർഡിംഗ് കിട്ടും. ഒരു 6 മാസത്തേക്ക് ഈ റെക്കോർഡിങ്സും അവൈലബിൾ ആയിരിക്കും അവർക്ക്. കേരളത്തിൽ ട്രേഡ് മാക്സ് അല്ലാതെ വേറെയും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ ട്രേഡിംഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെസിഫിക്കലി ശരിക്കും നോക്കേണ്ടത്? ഡെഫിനറ്റ്ലി അവിടെ എന്ത് മെത്തേഡാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതും, ആൻഡ് ഓൾസോ അവിടെ എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്ന രീതികൾ. ചിലപ്പം ഒരു സെർട്ടൻ മെത്തേഡ് കാണാം അവർ പഠിപ്പിക്കുന്നത്, അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ലൈക്ക് ഞാൻ പണ്ടൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഒരു സ്റ്റുഡൻറ്റ് ഒരു സാറിനോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് സാറ് പഠിപ്പിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന രീതി പഠിപ്പിച്ചുകൂടെ എന്നുള്ളത്. അതൊരിക്കലും ആ സ്റ്റുഡൻ്റെ പ്രശ്നമല്ല, ആ ടീച്ചറിൻ്റെ പ്രശ്നമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ദാറ്റ് ഇപ്പോൾ ഒരു 100 പേര് വരുവാണെങ്കിൽ ഒരു രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. സോ അവർ നോക്കുക, ഫസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതിനാണ് നമ്മൾ ഈ ഒരു റീഫണ്ട് പോളിസി വെച്ചിട്ടുള്ളത്. ഒരു 5 days അവരൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്ത പക്ഷം ഒരു 10% എക്സ്ട്രാ കൊടുക്കും. അത് നമ്മളുടെ കോൺഫിഡൻസിനെ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ് ഡെഫിനറ്റ്ലി. ഞാൻ അവിടെ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൂടെ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഡെയിലി ലൈവ് വരുന്നത്. ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു കൂടെ ഞാൻ ഇരുന്നിട്ട്. ആ ടൈമിൽ എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാം. അവിടെ വെച്ച് തന്നെ ലേണിങ്ങും കാര്യം നടക്കുന്നുണ്ട്. ലൈവ് മാർക്കറ്റിൽ ഫേസ് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പേടി വരുന്നത്. ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആകാറുണ്ട് പലപ്പോഴും. ബ്രോ, ഞാൻ റീസെന്റ് വിജയ് ഗേഡിയൻ്റെ ഒരു സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യും, ഒരു ടെക് സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യും. അത് ഏർലി സ്റ്റേജ് തന്നെ SME മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യും. പിന്നെ അത് ഈ ഒരു സമയമായപ്പോഴത്തേക്കും പല സമയത്തായിട്ട് പുള്ളി വാങ്ങിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അത് IPO വന്നപ്പോഴത്തേക്കും ഒരു സം ക്രോർസ് വാല്യൂ ലേക്ക് വന്നിട്ടുണ്ട് പുള്ളിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ SME മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു മാർക്കറ്റ് ഉണ്ടോ? നമുക്കിത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് വന്ന് ട്രേഡബിൾ ആകുന്നതിന് മുമ്പ്, ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഈ ബ്രോക്കേഴ്സ് ത്രൂ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ബട്ട് എന്നാൽ ബ്രോക്കേഴ്സിനെ ഡയറക്റ്റ്ലി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വേറെ അതിന് നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ബസാർ എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. അതിനകത്ത് ഇതുപോലെ അത് ലിസ്റ്റ് ആകുന്നതിന് മുമ്പ് കുറേ അധികം ആൾക്കാർ അതിൽ കൊണ്ട് ഡംപ് ചെയ്യും. പക്ഷെ അത് ലിസ്റ്റ് ആവുക പോലും ചെയ്തില്ല. എന്നിട്ട് നല്ല ലോസ് വന്ന് ആ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. സോ പോസിറ്റീവ് സൈഡ് പോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ അടുത്ത് AI ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂരിലുള്ള, അവനടുത്ത് ഏകദേശം 40-50% ഒക്കെയാണ് റിട്ടേൺ അവർ ഓഫർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഈ AI ട്രേഡിങ്ങിന്റെ പേരിൽ വളരെ വലിയ രീതിയിൽ ഒരു ചീറ്റിംഗ് നടക്കുന്നില്ല ആക്ച്വലി? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. AI ട്രേഡിങ്ങിന്റെ പേര് മാത്രമല്ല, പല ബ്രോക്കേഴ്സും വന്ന് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ കോൺടാക്ട് ചെയ്യും, ലൈക്ക് 20% മന്ത്ലി റിട്ടേൺ കിട്ടും, 10% മന്ത്ലി റിട്ടേൺ കിട്ടും, അവർ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. കാരണം ഇങ്ങനെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സിഗ്നൽസ് വഴി ഇല്ല കോൾസ് വഴി ജനറേറ്റ് ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ബ്രോക്കേഴ്സൊക്കെ ചുമ്മാതെ നേക്കഡായിട്ട്, കാരണം എനിക്ക് കോൾസ് വരാറുണ്ട് എന്ന് പറയാം, 20% റിട്ടേൺ ഒക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനപ്പോൾ ഒന്നും അറിയാത്തവരെ സംസാരിച്ചിട്ടുണ്ട്, മഗപ്പ് ചെയ്തിട്ടുണ്ട് കുറേ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്നിട്ട് പറയാം, നിങ്ങൾ ആളെ പറ്റിക്കാതെ, ഞാൻ ഇത്ര ആളായിട്ട് ട്രേഡിംഗ് ഉള്ളതാ, 20% ഒരാൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്രയാ നിങ്ങൾ പരിപാടി നിർത്തുന്നൊക്കെ പറയും. കാരണം കുറേ അധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സംഭവം പറ്റിപ്പോയതാണ് എന്ന രീതിയിൽ. ലോസസ്, ഹ്യൂജ് ലോസസ് വന്ന് നിൽക്കുന്നവരുണ്ട്. സോ AI ട്രേഡിങ്ങിനെ പറ്റി പറഞ്ഞു. കാരണം AI എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം, ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് പറയുന്നതാണ്. AI ട്രേഡിംഗ് ആണ് സംഭവം, ആൾഗോ ട്രേഡിംഗ് ആണ് AI ട്രേഡിംഗ്. ഓട്ടോമാറ്റിക്കലി അതങ്ങ് ചെയ്തോളും. AI എന്ന് പറയുമ്പോൾ കുറേ അധികം ആൾക്കാർ അങ്ങ് വിശ്വസിക്കുമല്ലോ. അതിന്റെ ബേസിൽ സംഭവം ചെയ്യുന്നതാണ്. AI ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ ഇമോഷൻസ് ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത്. റൈറ്റ്. ഇൻ ദാറ്റ് കേസ് AIക്ക് ഇമോഷൻസ് ഉണ്ടോ?
ഇല്ല. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഫണ്ടമെന്റൽ നോക്കുന്നുണ്ട്, ടെക്നിക്കൽ നോക്കുന്നുണ്ട്, ഈ സപ്പോർട്ട് ലൈനും ഈ റെസിസ്റ്റന്റ് ലൈനും ഒക്കെ ക്യാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസിലൊക്കെ ചെക്ക് ചെയ്തിട്ട് എഐക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ശരിക്കും ട്രേഡിംഗ് പോസിബിൾ ആക്കി കൂടെ? അതെ, ഇപ്പൊ ബ്രോ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട് തോന്നല്ലോ. ആ ബ്രോ പഠിപ്പിക്കുന്ന ആ സെയിം കാര്യങ്ങൾ ഒരു AI ബോട്ടിനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ തരുന്ന റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ലേണിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കില്ല. അവിടെ ശരിക്കും ഡാറ്റ അനലിറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണല്ലോ വരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ശരിക്കും AI ബേസ്ഡ് ട്രേഡിംഗ് ബോട്ട്സ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, സ്ട്രാറ്റജി പഠിച്ചിട്ട് നമ്മൾ ആരും സക്സസ് ആകാൻ പോകുന്നില്ല. സൈക്കോളജി, മൈൻഡ്, ഇതാണ് കാര്യം. സ്ട്രാറ്റജി പഠിക്കാനായിട്ട് നമുക്ക് എന്ത് സമയം വേണം? ഒരാഴ്ച വല്ലതും മതി അല്ലേ? ഒരു സ്ട്രാറ്റജി പഠിക്കുക, 1 ഇല്ല 1 മാസം അങ്ങേറ്റം കൂട്ടിക്കോ. പക്ഷേ എന്നാൽ എന്തുകൊണ്ടാണ് ഒരു സക്സസ്ഫുൾ ആകാനായിട്ട്, ഒരു ട്രേഡർ സക്സസ്ഫുൾ ആകാനായിട്ട് 3 to 5 years എടുക്കുന്നത്? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഇമോഷൻസ് നമുക്ക് എന്തായാലും ഈ AIs പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. ഞാൻ മജോറിറ്റി ആൾക്കാരോട്, കാണുന്നവരോട് എല്ലാവരും ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്. ലൈക്ക് ഇപ്പം ട്രേഡ് സമ്മിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അക്ഷയ് അഗർവാൾ, ദെൻ ട്രേഡ് ജീനിയുടെ CEO, ഫൗണ്ടേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ. അവർ ഒരു രീതിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ സ്റ്റിൽ ആൽഗോ ട്രേഡിങ് ചെയ്യുന്നവരാണ്. അവർ ആ രീതിയിലൊക്കെ പറഞ്ഞു വിട്ടു. ബട്ട് സ്റ്റിൽ എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. ആൻഡ് ഓൾസോ AI ഇത്തരം റിസൾട്ട് തരുന്നുണ്ട്, അത് ഫ്യൂച്ചറിൽ നമുക്ക് തന്നൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. എന്തൊരു ടെക്നോളജി ആണെങ്കിലും അത് ഫസ്റ്റ് വരാൻ പോകുന്നത് എവിടെ ആയിരിക്കും? ഡിഫൻസ് സിസ്റ്റത്തിലായിരിക്കും അല്ലേ? ബട്ട് എന്നാൽ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിൽ ഏതൊരു ഡിഫൻസ് സിസ്റ്റത്തിലെ AIയുടെ അത്രയും ഒരു ഹയർ പൊസിഷനിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണല്ലോ ശരിയായിട്ടുള്ളൊരു കാര്യം. സോ ഇൻ ദാറ്റ് കേസ് എന്തായാലും ഒരു 5 വർഷം 10 വർഷത്തേക്ക് നമുക്ക് AI ട്രേഡിങ്ങോ AI ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു, ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നുണ്ട്. 1 lakh ക്രോസ് ചെയ്യും. നിഫ്റ്റി എത്രയാ പറഞ്ഞേ? 25,000 ക്രോസ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ട് ട്രേഡ് മാക്സിന്റെ ഒരു ഫ്യൂച്ചർ ബ്രോ എങ്ങനെയാണ് കാണുന്നത്? ട്രേഡ് മാക്സ് ഇപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലെ നമ്പർ 1 അക്കാഡമി ആയിട്ടുണ്ട്. വി ആർ സോ പ്രൗഡ് ആൻഡ് വി ആർ സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് ട്രേഡ് മാക്സ് എന്ന് പറയുന്നത് ഒരു അക്കാഡമി മാത്രമായിരിക്കില്ല, ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യണം. ഒരു ട്രേഡിംഗ് ഹബ്ബ് എല്ലായിടത്തും, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ട്രേഡിംഗ് ഹബ്ബ്. ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വന്ന് ട്രേഡ് ചെയ്യാനായിട്ടും ഒരുമിച്ചിരുന്ന് ഒരു വിഷനിലും ഒരു ഗോളിലും ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്പൺ സ്പേസ്, ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്പൺ സ്പേസ്. ദെൻ ലേറ്റർ ഓൺ നമ്മൾ ട്രേഡ് മാക്സ് ഒരു ബാങ്കായിട്ട് മാറും. ഡെഫിനറ്റ്ലി ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് കൊടുക്കുന്നത്. കാരണം ഇതിനകത്തുനിന്ന് പഠിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മൾ തന്നെ ഹയർ ചെയ്യും. അഡ്വാൻസ് രീതിയിലൂടെ നമ്മൾ തന്നെ അവരെ പഠിപ്പിക്കും. അവർക്ക് ട്രെയിനിങ് കൊടുത്തൊരു 5 to 10 years കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പൈസ ഉണ്ടാക്കി തുടങ്ങും. ട്രേഡിങ് പഠിപ്പിച്ചല്ല ഞാൻ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവർ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്, മിഡിൽ ക്ലാസ്സിൽ ലോവർ മിഡിൽ ക്ലാസ് നിൽക്കുന്ന രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അവരുടെ പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈ ആണ്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാനത് ചെയ്യുകയും ചെയ്യും. അവിടുന്ന് ലേറ്റർ ഓൺ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ബാങ്കായി മാറിയിട്ട് ഇവരെ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യിക്കുകയും കൂടെ ചെയ്യും. ലേറ്റർ ഓൺ അവിടുന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. എൻ്റെ ഒരു ലോങ് വിഷനാണ്, അല്ലാതെ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കാനായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ആ ഒരു വിഷൻ എന്തായാലും നടക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ട്യൂണിംഗ് ഇൻ ടു ടുഡേസ് പോഡ്കാസ്റ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഓരോരോ ടിപ്പുകളും ഡാറ്റാസും ലൈഫിലും ഓരോ സമയത്തും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആസ് ഓൾവേസ് അടുത്തത് ഏത് ഗസ്റ്റിനെ കൊണ്ടുവരണമെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.